ഹായ് ഹലോ നമസ്കാരം. വി ആർ ഹാപ്പി വ്ളോഗ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ വെൺപാലാവട്ടം ശ്രീ ഭഗവതി ക്ഷേത്രത്തിലാണുള്ളത്. വിളിച്ച വിളിപ്പുറത്തുള്ള അമ്മയാണ് ഇവിടെ എന്നാണ് പറയപ്പെടുന്നത്. വളരെ ഭംഗിയുള്ള നിർമ്മിതികളാണ് ഇവിടെയുള്ളത്. റോഡിന്റെ മറുവശത്തായിട്ട് വെൺപാലാവട്ടം ശ്രീ ഭദ്രകാളി ക്ഷേത്രവും ഇതിനോടടുത്ത് തന്നെ നാഗർകാവ് യോഗീശ്വര ക്ഷേത്രവും ഉണ്ട്. നമ്മൾ ആദ്യമായിട്ടാണ് ഈ ക്ഷേത്രത്തിൽ വരുന്നത്. അപ്പം ഇന്നിവിടെ വരാൻ ഒരു കാരണമുണ്ട്. ഡോക്ടർ ശ്രീനാഥ് കാര്യാട്ടിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന മഹാലക്ഷ്മി പൂജയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. ഭാരതീയ ധർമ്മ പ്രചാര സഭയുടെ ആചാര്യനായിട്ടുള്ള ശ്രീനാഥ് കാര്യാട്ട് അന്താരാഷ്ട്ര പരിശീലകൻ, മനഃശാസ്ത്രജ്ഞൻ, പ്രഭാഷകൻ, ആധ്യാത്മികാചാര്യൻ, എഴുത്തുകാരൻ എന്നീ നിലകളിലൊക്കെ തന്നെ തൻ്റെതായ ശൈലി കൊണ്ട് ശ്രദ്ധേയനായിട്ടുള്ള ഒരാളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഒരു മഹാലക്ഷ്മി പൂജയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതും അദ്ദേഹത്തെ നേരിട്ട് കാണാൻ കഴിഞ്ഞതും ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. കൂടാതെ മലയാള സിനിമയിലെ പ്രശസ്തനായ സംവിധായകൻ വിജി തമ്പി സാറാണ് ഈ പൂജയുടെ ദീപം തെളിയിച്ചുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തെ നേരിട്ട് കാണാൻ കഴിഞ്ഞു. അപ്പം നമ്മൾ ഏകദേശം ഒരു 4 മണിയോടടുക്കെയാണ് നമ്മൾ അവിടെ ചെന്നത്. അവിടെ എത്തിയപ്പോഴേക്കും ഏറെക്കുറെ എല്ലാവരും വന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ വന്ന സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു. എല്ലാവരും റെസിപ്റ്റ് ആക്കാനും പൂജാ സാധനങ്ങൾ വാങ്ങിക്കാനും ഒക്കെയുള്ള തിരക്കിലായിരുന്നു. അപ്പം ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കിക്ക് അവിടെ റെസിപ്റ്റ് ആക്കി ബാക്കി പൂജാ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പിന്നെ പൂജ നടക്കുന്ന ഭാഗത്തേക്ക് പോയി ഞങ്ങൾ.
ഉത്സവ പരിപാടികളുടെ ഭദ്രദീപം തെളിച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ശ്രീ വിജി തമ്പി അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ക്ഷേത്ര ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ ബിജു രമേശ് അവർ ബിജു തമ്പി സാർ അവർക്ക് പൊന്നാട ഏൽപ്പിച്ച് ആദരിക്കുന്നു. ക്ഷേത്രോപകാരമായ ശ്രീചക്രം ഡോക്ടർ ബിജു രമേശ് അവർ ബിജു തമ്പി സാറിന് സമർപ്പിക്കുന്നു. ക്ഷേത്ര ഉപകാരമായ ശ്രീചക്രം ഡോക്ടർ ശ്രീനാഥ് കാരേട്ട അവർക്ക് ക്ഷേത്ര ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ ബിജു രമേശ് അവർ സമ്മാനിക്കുന്നു. നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് 4ാം ഉത്സവ ദിവസമായ ഇന്നത്തെ കലാപരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് മഹാലക്ഷ്മി സഹസ്ര മഹാലക്ഷ്മി യജ്ഞം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി ആരാധനായ വിജി തമ്പി സാർ അവരെ ആദരപൂർവ്വം ക്ഷണിച്ചു. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമസ്തുതേ. ബഹുമാനപ്പെട്ട ആചാര്യൻ ഡോക്ടർ ശ്രീനാഥ് കാരേട്ട അവർ, ബഹുമാനപ്പെട്ട ശ്രീ വിജു രമേശ്, വേദിയിലും വിശ്വാസത്തിലുള്ള മറ്റു ബഹുമാന്യരെ,
ഉമ്മമാരെ, ഈ സഹസ്ര മഹാലക്ഷ്മി യജ്ഞത്തിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന എല്ലാ അമ്മമാർക്കും സഹോദരി സഹോദരന്മാർക്കും ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ ഭക്തജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. ഒരു മഹായജ്ഞത്തിൻ്റെ തുടക്കമാണ് പെൺപാലവട്ടങ്ങളുടെ മുന്നിൽ വെച്ച് നടക്കാൻ പോകുന്നത്. കാരണം നമ്മുടെ ഈ കേരളം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്. കാര്യം ഇത്രയും ഭൂപ്രകൃതിയും ഇത്രയും സന്തുലിതമായ കാലാവസ്ഥയുമുള്ളൊരു നാട് ഭാരതത്തിൽ മറ്റൊരു സംസ്ഥാനത്തുമില്ല, ഭാരതത്തിന് പുറത്തുമില്ല. അത്ര എല്ലാം ഒത്തിണങ്ങിയ ഒരു നാട്. അങ്ങനെ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ അതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്ന് സംഭവിച്ചു പോയിട്ടുണ്ട്. കാരണം ഒരു കാലത്ത് നമ്മുടെ ഇവിടുത്തെ എല്ലാ കുടുംബങ്ങളിലും വെച്ചുപൂജയുണ്ടായിരുന്നു. തെക്കതെന്നോ അല്ലെങ്കിൽ അതുപോലെ പൂജാമുറി അല്ലെങ്കിൽ മച്ചിന്മേലമ്മ എന്നെല്ലാം രീതിയിൽ ദേവി ഉപാസന കൃത്യമായി എല്ലാ കുടുംബങ്ങളിലും നടന്നു. മിക്കവാറും ആ കുടുംബങ്ങളിലെ മുതിർന്ന കാരണവരോ അല്ലെങ്കിൽ ഏറ്റവും മുതിർന്ന ഒരു സ്ത്രീയുമായിരിക്കും ഈ പൂജകൾ ചെയ്തുകൊണ്ടിരുന്നത്. ഗണപതി ഹോമവും ഭഗവതി സേവയും. ഭഗവതി സേവ മിക്കവാറും എല്ലാ വീടുകളിലും എല്ലാ പൗർണമി നാളുകളിലും കൃത്യമായി നടന്നുകൊണ്ടിരുന്നു. അപ്പോൾ ആ ദേവിയുടെ പൂർണ്ണമായ അനുഗ്രഹം ആ കുടുംബങ്ങൾക്കുണ്ടായിരുന്നു. ആ കൂട്ടുകുടുംബ സമുദായത്തിൽ നിന്നും അണുകുടുംബങ്ങളായി മാറിയപ്പോൾ പലരും പിരിഞ്ഞു പോയി. ആ ഉണ്ടായിരുന്ന സ്ഥലമെല്ലാം വിറ്റു, തറവാട് പൊളിച്ചു. അതിന്റെ ഭാഗമായി അവസാനം മിച്ചം വന്നത് ആ തറവാട്ടിൽ ആ പൂജിച്ചുകൊണ്ടിരുന്ന ആ ദേവി, ആ വിഗ്രഹത്തെ അല്ലെങ്കിൽ ആ ചൈതന്യത്തെ, അതിനെ എവിടെ ഉപേക്ഷിക്കണം എന്നുള്ളതായി ചിന്ത. ഒടുവിൽ അതിനെ ഉപേക്ഷിക്കാൻ സ്ഥലം കണ്ടെത്തി. കൊടുങ്ങല്ലൂരോ ചോറ്റാനിക്കരയോ അതുപോലുള്ള ക്ഷേത്രങ്ങളിൽ കൊണ്ട് ഇതിനെ ഉപേക്ഷിക്കുക. ആ അവസ്ഥയിലേക്ക് എത്തി. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ മിക്കവാറും എല്ലാ വീടുകളിലും കാവുകളുണ്ടായിരുന്നു. സർപ്പദൈവങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിന്റെ നിലനിൽപ്പിന് കാരണമായിട്ടുള്ളതാണ് സർപ്പദൈവങ്ങൾ. ആ സർപ്പദൈവങ്ങളെ എല്ലാ കുടുംബങ്ങളിലും ആരാധിച്ചിരുന്നു. കാവുകളുണ്ടായിരുന്നു. ആ കാവുകൾ നമ്മുടെ പ്രകൃതിയുടെ പോലും ഒരു ഭാഗമായി. ആ കാവുകളെല്ലാം വെട്ടിവെടിപ്പിച്ചു, ആ കാവുകളെല്ലാം നശിപ്പിച്ചു, ആ വിഗ്രഹങ്ങളെല്ലാം തകർത്തു. അതോടുകൂടി പ്രകൃതി, ഇപ്പൊ അറിയാലോ നമ്മുടെ കേരളത്തിൽ പ്രകൃതിയുടെ അവസ്ഥ. എപ്പോഴാണ് മഴ പെയ്യുന്നത്? ആ മഴ പെയ്തു കഴിഞ്ഞ് മഴ തോരുമ്പോൾ തന്നെ ഭയങ്കരമായ വെയിൽ വരുന്നു, ചൂട് വരുന്നു. അപ്പൊ ആ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ പോലും നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അതുപോലെ തന്നെ ഓരോ കുടുംബങ്ങളിലും ആ കുടുംബങ്ങളിൽ ഉണ്ടായിരുന്ന വെച്ചാരാധിച്ചിരുന്ന എത്രയോ കാലങ്ങളായി കുടുംബങ്ങളിൽ എത്രയോ തലമുറകളായി ഉപയോഗിച്ചിരുന്ന ആ ചൈതന്യത്തെയാണ് കൊണ്ട് ഏതെങ്കിലും ക്ഷേത്രത്തിൽ ഉപേക്ഷിച്ചു കളഞ്ഞത്. അപ്പൊ അതിൻ്റെതായ ദോഷം എല്ലാ ഹിന്ദു കുടുംബങ്ങൾക്കും ഉണ്ടായി. പലർക്കും ഇപ്പോ പല കുടുംബങ്ങൾക്ക് പോലും ആ കുടുംബത്തിലുള്ളവരാരാണെന്ന് പോലും അറിയാത്ത അവസ്ഥയിലേക്കാണ് നമ്മുടെ ഹിന്ദുക്കളും കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത്. പലപ്പോഴും പണ്ട് നമ്മൾ പറയും രക്തബന്ധത്തിലുള്ളവരെ വിവാഹം കഴിക്കാൻ പാടില്ല. ഇന്നിപ്പോ നാളത്തെ ഒരു തലമുറ വരുമ്പോൾ അതും മാറും. കാര്യം രക്തബന്ധമാണോ ഇല്ലയോ എന്ന് പോലും അറിയാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് ആ ബന്ധങ്ങൾ ശിഥിലമായിരിക്കും. ആ ശിഥിലതയാണ് ഇന്ന് എല്ലാ ഹിന്ദു കുടുംബങ്ങളെയും ബാധിച്ചിരിക്കുന്നത്. സാമ്പത്തികമായിട്ടായാലും ശരി, അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടായാലും ശരി, എന്തെല്ലാം പ്രശ്നങ്ങൾ ഓരോ ദിവസവും ഓരോരുത്തർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ സാഹചര്യത്തിൽ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുമ്പോൾ അവരാദ്യം ഓടിപ്പോവാ ഒരു ജോത്സ്യന്റെ അടുത്തേക്കാണ്. ആ ജോത്സ്യൻ ആദ്യം പ്രശ്നം വെച്ചിട്ട് പറയുക, നിങ്ങൾക്ക് പരദേവതയുടെ പ്രീതി ഇല്ലായിരുന്നു. അപ്പോഴാണ് ആലോചിക്കുന്നത് ആരാണ് പരദേവത, അല്ലെങ്കിൽ ആരാണ് കുലദേവത, ആരാണ് ദേശദേവത. ഒരു കുടുംബത്തിൽ നമ്മൾ പൂജിക്കേണ്ട 3 കാര്യങ്ങളാണ്: പരദേവത, കുലദേവത, ദേശദേവത. ഇപ്പൊ പെൺപാലവട്ട അമ്മ എന്ന് പറയുന്നത് ദേശദേവതയാണ്, ഈ ദേശത്തിന്റെ അമ്മയാണ്. അതുപോലെ തന്നെ കുലദേവത ഉണ്ടാവും, ആ കുലത്തിന് മുഴുവനുള്ള ഒരു അമ്മ ഉണ്ടാവും. അതുപോലെ പരദേവത എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിൽ വെച്ച് പൂജിക്കുന്ന ഈ 3 സങ്കല്പങ്ങളാണ് ഓരോ കുടുംബത്തെയും നിലനിർത്തി പോന്നിരുന്നത്. ആ സങ്കല്പങ്ങൾ നഷ്ടപ്പെട്ടതോടുകൂടി കുടുംബങ്ങൾ ശിഥിലമാവാൻ തുടങ്ങി. അപ്പൊ ഇങ്ങനെ ജോത്സ്യനെടുത്ത് വരുമ്പോൾ ജോത്സ്യൻ പറയും പരദേവത പ്രീതിയില്ല, പരദേവത കോപിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് അന്വേഷിക്കുന്നത് ആരാണ് പരദേവത. ആ പരദേവതയെ കണ്ടുപിടിക്കാനുള്ള അന്വേഷണമായി. അതായത് ഒരു ദേവി കോപം എന്ന് പറയുന്നത് അത് അവർക്കായിരിക്കില്ല, അവരുടെ അടുത്ത തലമുറയ്ക്കാണ് ബാധിക്കുക. അവിടെയാണ് പ്രശ്നം വരുന്നത്. മക്കൾക്ക് പ്രശ്നം വരുമ്പോൾ
മക്കളുടെ കാര്യത്തിൽ പ്രശ്നം വരുമ്പോഴാണല്ലോ അച്ഛനമ്മമാരും ആദ്യം കൂടുന്നത്, അപ്പോഴാണല്ലോ ജ്യോത്സ്യത്തിലേക്ക് ഓടുന്നത്. അവിടെയാണിത് പലർക്കും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല അവർ പരദേവതയാകാൻ. കാരണം ആ ഒരു തലമുറ നഷ്ടപ്പെട്ടു പോയി. ആ തലമുറയ്ക്ക് അറിയാൻ പറ്റുമായിരുന്നു. അടുത്ത തലമുറ വന്നപ്പോൾ ആരാണ് പരദേവത, എന്ത് സങ്കല്പത്തിലാണ് പൂജിച്ചിരുന്നതെന്ന് പോലും അറിയാൻ വയ്യാത്ത അവസ്ഥ. അവിടെയാണ് നമ്മൾ തിരിച്ചതിനെ പിടിക്കാൻ വേണ്ടി ചണ്ഡികാദേവിയെ പരദേവതയായിട്ട് സങ്കല്പിക്കുകയാണ്. ചണ്ഡികാദേവി എന്ന് പറയുമ്പോൾ ശ്രീ മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി 3 പേരും ചേരുന്നതാണ്. ആ ചണ്ഡികാദേവിയെ പരദേവതയായിട്ട് സങ്കല്പിച്ച് പൂജിച്ച് കൃത്യമായി പൂജകൾ നടത്തി വീട്ടിൽ നമ്മുടെ സങ്കല്പത്തിൽ നമ്മുടെ പരദേവതയ്ക്ക് വേണ്ടി നമ്മൾ എന്നും വിളക്ക് എത്തിക്കുമ്പോൾ അതിനോടൊപ്പം പരദേവതയെ സങ്കല്പിച്ചൊരു വിളക്ക് എത്തിച്ച് വയ്ക്കുക. അവിടെ ഒരു നേരമെങ്കിലും ഒന്ന് നാമം ചെയ്യുക. വീട്ടുകാരെല്ലാവരും ചേർന്ന് നിന്ന് വേണം ചെയ്യാൻ. അതുപോലെ ഇപ്പോൾ ഡോക്ടർ ശ്രീനാഥ്ജിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുന്ന ഈ ഒരു മഹാലക്ഷ്മി യജ്ഞം എന്ന് പറയുന്നത്, മഹാലക്ഷ്മിയാണ് എല്ലാ സമ്പത്തും ഐശ്വര്യവും എല്ലാം നമുക്ക് തരുന്നത്. ഒരു കുടുംബത്തിൽ സമ്പത്തും ഐശ്വര്യവും ഉണ്ടെങ്കിൽ മറ്റെല്ലാം വന്നു ചേരും. ആ ഐശ്വര്യവും സമ്പത്തുമാണ് ആവശ്യം. ആ സമ്പത്തിനും ഐശ്വര്യത്തിനും അതിദേവതയാണ് സാക്ഷാത് മഹാലക്ഷ്മി. ആ മഹാലക്ഷ്മിയെ പ്രീതിപ്പെടുത്താൻ ആ മഹാലക്ഷ്മി യജ്ഞമാണ് അദ്ദേഹം ആരംഭിച്ചിരിക്കുന്നത്. 1000 അമ്മമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് സഹസ്രലക്ഷ്മി യജ്ഞം. അതുപോലെ തന്നെ ഇത് മാത്രമല്ല, നാളെ തൃശ്ശൂർ ചെയ്യുന്നുണ്ട്, അടുത്ത ആഴ്ച UAE ചെയ്യുന്നുണ്ട്. അതിൽ പങ്കെടുക്കാൻ ഭാഗ്യം എനിക്ക് അദ്ദേഹത്തിന്റെ ക്ഷണം കിട്ടിയിട്ടുണ്ട്. ഞാൻ അതിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പം അത് ഇപ്പൊ പഠിച്ച് അദ്ദേഹം തന്നെ അതിനു വേണ്ടി ഓൺലൈനായിട്ട് എത്രയോ കാലം കൊണ്ട് ബുദ്ധിമുട്ടിയിട്ട് ഇത് പഠിപ്പിക്കുന്നു. ഇത് പഠിച്ച് ഇന്നിവിടെ ചെയ്താലും ഇത് നിങ്ങൾ വീട്ടിൽ ആഴ്ചയൊരിക്കലെങ്കിലും വ്യാഴാഴ്ച വെള്ളിയാഴ്ച ഒരു ദിവസമെങ്കിലും ഇത് നിങ്ങൾ വീട്ടിൽ കൃത്യമായി ചെയ്തുകൊണ്ടിരുന്നാൽ അതിൻ്റെതായ മാറ്റം തീർച്ചയായും ആ കുടുംബത്തിലുണ്ടാവും, അടുത്ത തലമുറയ്ക്കുണ്ടാവും. എന്തായാലും ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. എത്തിയിരിക്കുന്ന എല്ലാ അമ്മമാരും ഇത് കൃത്യമായി പഠിച്ച് ഇത് തുടരുക. ഞാൻ ശ്രീനാഥിയോട് അഭ്യർത്ഥിക്കുന്നത് വർഷത്തിലൊരിക്കലെങ്കിലും ഇത് വീണ്ടും സംഘടിപ്പിക്കുക. കാരണം ഒരു റിഫ്രഷ്മെന്റ് എപ്പോഴും ആവശ്യമുള്ളൂ. അപ്പൊ ആ രീതിയിൽ ഇതൊരു വലിയ ഒരു യജ്ഞമായി മാറട്ടെ, ഇതൊരു വലിയ സംഭവമായി മാറട്ടെ. അതുപോലെ നമ്മുടെ കേരളത്തിലെ ഹൈന്ദവ സമാജത്തിന് ഒരു പുതിയ ഉണർവും ഒരു ഉന്മേഷവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് ഇന്നിവിടെ തുടർന്നു കുറിക്കുന്ന വെൺപാലവട്ടമ്മയുടെ പൂർണ്ണമായ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ക്ഷേത്ര ട്രസ്റ്റ് ചെയർമാൻ 2 വാക്ക് സംസാരിക്കുന്നതാണ്. ഇന്നത്തെ ഈ മഹനീയ ചടങ്ങിലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദേവിയുടെ 12 പറഞ്ഞു തന്നിരിക്കുന്നതിലൂടെ എത്തിയ ബഹുമാനിയ ഡോക്ടർ ശ്രീനാഥ് കഴിഞ്ഞി, എൻ്റെ പ്രിയ സഹോദരനായ ശ്രീ വിജയ് തമ്പി, മറ്റ് ഇവിടെ എത്തിയിട്ടുള്ള സഹോദരന്മാരെ എല്ലാവരുടെയും നമസ്കാരം. സത്യത്തിൽ എനിക്ക് 2 ദിവസം പോയില്ലായിരുന്നു. രാവിലെയൊക്കെ നല്ല ടെമ്പറേച്ചറായിരുന്നു. ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയുമോ എന്ന് പോലും ഞാൻ ഉച്ചവരെ എനിക്ക് യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു. ഉച്ചയ്ക്ക് വരുന്നില്ല എന്നാണ് വിളിച്ചത് പറയാം. പിന്നെയൊക്കെ ഒരു അമ്മയുടെ ഒരു പോലെ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. ഞാൻ നീര് കുളിച്ചു ഇവിടേക്ക് എത്തി. പനിയില്ല, പനി വിട്ടു. വെൺപാലവട്ടം ക്ഷേത്രത്തെ കുറിച്ച് കാര്യം വിദേശത്ത് ശ്രീനാഥി പറയാൻ വിദേശത്ത് നിന്ന് ആൾക്കാർ പൂജയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ളൂ. അതിയായ സന്തോഷമുണ്ട്. അമ്മയുടെ നവരാത്രിയായിട്ട് ഇവിടെ 3 ഭാവങ്ങളിലാണ് അമ്മ ഈ വെൺപാലവട്ട ക്ഷേത്രത്തിൽ കൂടി ഓടുന്നത്. താഴെ ചാമുണ്ടി, ഇവിടെ ദുർഗ, തൊട്ടപ്പുറത്ത് ഒരു കോമ്പൗണ്ടായിരുന്നു റോഡ് വന്നിട്ടുള്ള ഭദ്രകാളിയായിട്ടാണ്. 3 ഭാവം ഒന്ന് തന്നെയാണ്. ആദിപരാശക്തിയുടെ 3 ഭാവമായിട്ടാണ് കുടികൊള്ളുന്നതെന്നേ ഉള്ളൂ. ഇത് വളരെ നൂറ്റാണ്ടുകൾ അല്ല 1000-ഓളം അത്രയേറെ വർഷം പഴക്കമുണ്ടെന്നാണ് ചരിത്രം പറഞ്ഞു വരുന്നത്. കളരി ഭദ്രകാളി, കളരി ചാമുണ്ടി, കളരിയുമായിട്ട് ബന്ധപ്പെട്ട ദുർഗയുമാണ്. ഇവിടെ ഇരുന്ന കളിയിലുണ്ടായിരുന്ന 2 അമ്മമാരാണ് കരിക്കാറ്റ് കളരി തുടങ്ങിയപ്പോൾ ഒരാൾ കരിക്കാറ്റേക്ക് കൊണ്ടുവച്ചു. ഇവിടെ കളരി തുടങ്ങി. ഒരെണ്ണം കഴക്കൂട്ട പിള്ളേരെ കളരിയിലേക്ക് ഉരുക്കളായിട്ട് പോയപ്പോൾ കളരിയിലേക്ക് പോയതാണ്. അവസാനം തൊഴിലോട് എത്തിയത്. ചരിത്രത്തിലേക്ക് പോകുന്നതിന് സമയമെടുക്കും. ഇന്ന് നവരാത്രി മഹോത്സവത്തിന്റെ ഈ ദിനത്തിൽ
അതിൽ കേരളത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്കാർക്കും ഈ മന്ത്രം പൂജ കാര്യങ്ങളൊന്നും പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കുട്ടിക്കാലത്തുണ്ട്. മറ്റ് സമുദായങ്ങൾ എടുക്കുകയാണെങ്കിൽ ക്രിസ്ത്യൻ സമുദായമായിക്കൂടെ മുസ്ലിം സമുദായമായിക്കൂടെ അവർക്ക് പഠിക്കാനും പഠിപ്പിക്കാനുള്ള സംവിധാനമുണ്ട്. അത് കുട്ടിയോട് ചോദിച്ചാൽ തന്നെ ഖുറാനെ കുറിച്ച് പറയും. മുസ്ലിം കുട്ടിയാണെങ്കിൽ ക്രിസ്ത്യൻ കുട്ടിയാണെങ്കിൽ ബൈബിളിനെ കുറിച്ച് പറയും. നമ്മുടെ വേദങ്ങളോ പുരാണങ്ങളെ കുറിച്ചോ ആരും പറയാനില്ല. നമ്മുടെ പുരാണങ്ങൾ കൊണ്ട് നമ്മുടെ സംസ്കാരമല്ല, മതഗ്രന്ഥങ്ങളൊന്നുമല്ല. അതിനെക്കുറിച്ച് പോലും പഠിക്കുകയോ പഠിപ്പിക്കുകയോ നമ്മൾ ചെയ്യാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഭഗവത്ഗീത വിദേശ യൂണിവേഴ്സിറ്റികൾ അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. MBAയുടെ ഒരു സബ്ജക്റ്റായിട്ട് ഭഗവത്ഗീത പഠിപ്പിക്കുന്നുണ്ട്. നമ്മളിൽ എത്ര പേര് ഭഗവത്ഗീത പഠിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചില്ല, പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചില്ല. ഈ ഒരു കാലഘട്ടത്തിന് വലിയൊരു മാറ്റം തുടക്കം കുറിച്ചുകൊണ്ടാണ് ഡോക്ടർ ശ്രീനാഥ്ജി ആയിരക്കണക്കിന് അമ്മമാരെയും ആയിരക്കണക്കിന് സഹോദരന്മാരെയും പൂജാവിധികൾ എങ്ങനെയാണ് പൂജ ചെയ്യേണ്ടത് എന്ന് പഠിപ്പിക്കുന്നത്. ഇന്ന് അദ്ദേഹം നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത് മഹാലക്ഷ്മി പൂജയാണ്. മഹാലക്ഷ്മി എന്ന് പറഞ്ഞാൽ സർവ്വ ഐശ്വര്യങ്ങൾ പറയുന്നതാണ് മഹാലക്ഷ്മി. നമ്മുടെ സർവ്വ സമ്പത്ത് എന്ന് പറയുന്നതാണ് ഈ പൈസ മാത്രമല്ല നമ്മുടെ സമ്പത്ത്, കുടുംബം നമ്മുടെ സമ്പത്താണ്, കുട്ടികൾ നമ്മുടെ സമ്പത്താണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികളൊക്കെ അമ്മമാരെ വിട്ടുപോകുന്നു, വിദേശത്ത് പോകുന്നു. അത് സമ്പത്ത് നേടിയാൽ പോകുന്നത് അല്ലേ? നമ്മുടെ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. വിദേശത്തേക്ക് കുട്ടികൾ പഠിക്കാൻ പോയി അവിടെ ജോലി നേടി പോയി തിരിച്ചു വരുന്നില്ല. അച്ഛനമ്മമാര് അനാഥരായി വീട്ടിൽ കഴിയുന്നു, അവിടെ നോക്കാൻ പോലും ആരുമില്ല. ഈ സമ്പത്തിന്റെ പുറകെയുള്ള ഒരു ഓട്ടമാണ്. സമ്പത്ത് ഇങ്ങോട്ട് വരും, നമ്മൾ ഓടേണ്ട കാര്യമില്ല. മക്കൾ സമ്പത്താണ്. മക്കളെ സമ്പത്തായിട്ട് കാണണം, കുടുംബത്തെ സമ്പത്തായിട്ട് കാണണം. അതെല്ലാമാണ് എല്ലാം കൂടി ചേർന്നാണ് ഈ സമ്പത്തിന്റെ പൂർണ്ണത വരുള്ളൂ. അത് എല്ലാം നമ്മുടെ കൈകളിലേക്ക് വേണമെങ്കിൽ എന്താ വേണ്ടത്? മഹാലക്ഷ്മിയുടെ അനുഗ്രഹ ആശീർവാദങ്ങൾക്ക് നിങ്ങളുടെ കൈകളിൽ ഉണ്ടാവണം. നമുക്ക് മാത്രമല്ല, കുട്ടികൾക്കും എല്ലാവർക്കും നമ്മൾ പറഞ്ഞു കൊടുക്കുകയും കുടുംബത്തിൽ നേരത്തെ വിജയത്തിന്റെ പറഞ്ഞതുപോലെ നമ്മൾ എല്ലാവരും പഠിപ്പിക്കുകയും ചൊല്ലുകയും ചെയ്യണം. അതിന് നിങ്ങൾക്ക് ദേവിയുടെ അനുഗ്രഹം കിട്ടുന്നതോടൊപ്പം അതിനുവേണ്ടി നല്ലൊരു ഗുരുനാഥനെ കിട്ടി. അതാണ് ഏറ്റവും വലിയ പ്രധാനം. നമ്മൾ പഠിപ്പിക്കാൻ ഒരു ഗുരു ഇല്ല. അതാണ് നമ്മുടെ എല്ലാവരും നിൽക്കുന്ന സമയത്താണ് ശ്രീനാഥ്ജി അത് ഏറ്റെടുത്തുകൊണ്ട് പഠിപ്പിക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ച് അദ്ദേഹം എൻ്റെ അറിവ് വെച്ചാൽ 10,000 ആൾക്കാരെ ഇതിനകം പഠിപ്പിച്ചിട്ടുണ്ട്. അതിനെയും പഠിപ്പിക്കാനുള്ള കരുത്തും ശക്തിയും ഒക്കെ അമ്മ നൽകട്ടെ എന്ന് അദ്ദേഹം ഈ അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ സഭയെടുക്കുന്ന കാര്യം ഇപ്പോൾ തന്നെ സമയം വൈകി. അതുകൊണ്ട് അദ്ദേഹത്തിന് അതിനുള്ള ശക്തിയും കരുത്തും ലക്ഷക്കണക്കിന് ആൾക്കാരെ പഠിപ്പിച്ച് ഉന്നതികളിലേക്ക് എത്താനുള്ള സൗഭാഗ്യം നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാകും. മഹാലക്ഷ്മിയുടെ ഭാഗത്തുനിന്നും ആദിപരാശക്തിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഉദ്ഘാടന സമ്മേളനത്തിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ആരാധ്യനായ ഉദ്ഘാടകൻ യജ്ഞാചാര്യൻ ഡോക്ടർ ശ്രീനാഥ് കരയാൻ സറാവകൾക്ക് വെൺപാലവട്ടം ക്ഷേത്ര ട്രസ്റ്റിന്റെയും ഉപദേശക സമിതിയുടെയും ഹാർദവമായ നന്ദി അറിയിക്കുന്നു. അനുഗ്രഹ പ്രഭാഷണം നടത്തിയതിനു ശേഷം അദ്ദേഹം ഈ പൂജയിൽ പങ്കെടുക്കുന്നതാണ്. അദ്ദേഹത്തെ അനുഗ്രഹ പ്രഭാഷണത്തിന് വേണ്ടി ക്ഷണിച്ചു. വന്ദേ ഗുരുപദം അവാം മനസഗോചരം രക്തശുക്ലപ്രഭാമിശ്രം അതർക്യം ത്രൈപുരമ. ശ്രീ ഗുരുഭ്യോ നമഃ. ഒരുപാട് നിറവിൻ്റെ മുഹൂർത്തമാണ്. കഴിഞ്ഞ ആഴ്ചകളോളം സൂമിൽ മഹാലക്ഷ്മി പൂജ പഠിച്ചവർ നേരിട്ട് കാണുന്നൊരു സന്ദർഭം. അതിലേറെ നമ്മുടെ പ്രയത്നം ഇന്ന് സഫലമാകുക. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല മുഹൂർത്തങ്ങൾ ഏതൊക്കെയാണെന്ന് ചകഞ്ഞാൽ ഒരു നല്ല മുഹൂർത്തം മകളെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന അച്ഛൻ്റെ നിറവാണ്. രണ്ടാമത്തെ മുഹൂർത്തം 10 മാസം ഗർഭത്തിൻ്റെ എല്ലാ വ്യാകുലതകളൊക്കെ അനുഭവിച്ച് ഇനി പ്രസവിക്കുന്നില്ല എന്ന് ശപഥം ചെയ്ത് അങ്ങനെ പ്രസവിച്ച് കഴിഞ്ഞ് കുട്ടിയുടെ മുഖം കാണുമ്പോൾ
അമ്മയ്ക്ക് ഉണ്ടാകുന്ന ഒരു ആനന്ദം, ആ ആനന്ദത്തിൽ അതുവരെ അനുഭവിച്ച എല്ലാ വിഷമങ്ങളും മാറും. അതുപോലെ ഒരു നിറവിലാണ് ഞങ്ങളെല്ലാവരും. ഒരുപാട് പേരുടെ കുറേ ദിവസത്തെ പരിശ്രമമാണ് ഇവിടെ ഇന്ന് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്. പറയാൻ കാരണം നേരത്തെ തമ്പി സാറും ബിജു സാറൊക്കെ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് നമ്മളുടെ മുത്തശ്ശന്മാരൊക്കെ അന്വേഷിക്കുകയാണെങ്കിൽ ദേവിയെ ഉപാസിച്ച് പോക്കറ്റിലിട്ട് നടന്ന ആൾക്കാരാണ്. അതായത് ദേവിയോട് യാചിച്ചവരല്ല, പ്രാർത്ഥിച്ചവരല്ല, ദേവിയോട് കാര്യങ്ങൾ ചെയ്തു വരാൻ വേണ്ടി ശക്തമായി പറഞ്ഞവരാണ്. അമ്മയെന്ന് വിളിച്ചാൽ നമ്മളിവിടെ വിളിച്ചാൽ വിളി കേൾക്കുന്ന അമ്മ എന്നാണ് ഇവിടെ വന്നപ്പോൾ അറിഞ്ഞതും മനസ്സിലായത്. നമ്മളെല്ലാവർക്കും അങ്ങനെ വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു അമ്മ ഉണ്ടായിരുന്നു, വിളി കേട്ടിട്ടുണ്ടായിരുന്നു. ആ കേട്ട കാലത്ത് സ്വത്ത് മുഴുവൻ നമ്മളെ കയ്യിലുണ്ടായിരുന്നു, സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ നമ്മളെ വീട്ടിലുണ്ടായിരുന്നു. പിന്നീട് എന്തൊക്കെയോ കാരണം കൊണ്ട് ആ ഒരു കണ്ടിന്യൂറ്റി നമുക്ക് നഷ്ടപ്പെട്ടു. ഇപ്പൊ സ്വത്ത് നമ്മളെ കയ്യിലില്ല. ഈ പറയുന്ന ഐശ്വര്യവും സംവിധാനമൊന്നുമില്ല. വാഷിംഗ് മെഷീനും മൊബൈൽ ഫോണും ഫ്രിഡ്ജും എല്ലാ സംവിധാനങ്ങളും ഉണ്ട്, സമാധാനമില്ല. പണ്ട് സമാധാനം ഉണ്ടായിരുന്നു, വാഷിംഗ് മെഷീനിലായിരുന്നു. എന്തുകൊണ്ടാണ് അത് നഷ്ടപ്പെട്ടത് വെച്ചാൽ ഈശ്വര ആരാധന നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. പണ്ടത്തെ വീടുകളിൽ നമുക്ക് നോക്കിയാൽ അറിയാം, പടിഞ്ഞാറ്റിൽ ഏറ്റവും വലിയ മുറി പടിഞ്ഞാറ്റായിരിക്കും. അവിടെ ഭഗവതിക്കിനെ ആരാധിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത്. വീടിന്റെ കേന്ദ്രം ഈശ്വര ആരാധനയായിരുന്നു. ഇന്ന് വീടുണ്ടാക്കുന്ന സമയത്ത് ഏറ്റവും വലിയ മുറി ഡൈനിങ് ഹാളാണ്. നമ്മളുടെ കേന്ദ്രം ഈശ്വര ആരാധനയിൽ നിന്ന് മാറി ഭക്ഷണത്തിലേക്ക് വന്നു. പൂജാമുറി ഏറ്റവും ചെറുത് കോളിക്കൂടിലുണ്ടാകും, കേന്ദ്രം മാറിപ്പോയി. അതോടുകൂടി നമ്മളുടെ ഇന്നത്തെ പലതരത്തിലുള്ള ദുരിതങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവാൻ തുടങ്ങി. ഇന്ന് നമ്മുടെ ഇച്ഛകൾ അതിനെ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ പൂർവികര് മുത്തശ്ശന്മാരൊക്കെ ആഗ്രഹിച്ചതൊക്കെ നേടിയിട്ടുണ്ട്. കാരണം ഉപാസന ബലമുണ്ടായിരുന്നു. എന്തൊക്കെയോ കാരണം കൊണ്ട് നഷ്ടപ്പെട്ടു വരും. പിന്നീട് നമ്മളെ ദേവതയെ നമുക്ക് പൂജിക്കാൻ ഇടയിൽ ആൾക്കാരെ വെക്കേണ്ടി വന്നു. ഞങ്ങൾക്ക് വേണ്ടി ഈശ്വരനോട് അപേക്ഷിക്കണമേ എന്ന് സെമിറ്റിക് മതങ്ങൾ പറയുന്നത് പോലെ നമ്മളെ കുലദേവതയുടെ കാര്യങ്ങൾ പറയണമെങ്കിൽ നമുക്ക് പൂജാരികളോട് പറയേണ്ട അവസ്ഥ വന്നു. 30 കൊല്ലം മുന്നെയാണെങ്കിൽ നമുക്കൊരു പൂജയിൽ കർപ്പൂരാതി എടുക്കാനും തൊഴാനും മാത്രമേ പറ്റിയിട്ടില്ലേ. എൻ്റെ പരമഗുരുനാഥനായിട്ടുള്ള മാധവ്ജി, അദ്ദേഹത്തിൻ്റെ വലിയൊരു സങ്കല്പം ഈ മണ്ണിൽ ലോകം മുഴുവൻ ഭാരതത്തിൽ വന്ന അറിവിന് വേണ്ടിയിട്ടാണ്, ആത്മാന്വേഷണത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ലോകത്തിന് കൊടുത്തത് സ്വയം ഈശ്വരനായ വയനാടുന്ന വിദ്യയാണ്. അങ്ങനെ ഇവിടെ എല്ലാവർക്കും അങ്ങനെ ആയിട്ടുണ്ട്. ആയത് മാത്രമല്ല, അതിനൊരു പദ്ധതി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഏതൊരാൾക്കും പറ്റും. പക്ഷെ നിർഭാഗ്യവശാലി മണ്ണിൽ ജനിച്ച് നമുക്കത് അനുഭവിക്കേണ്ട ഭാഗ്യമില്ല. അവിടെയാണ് മാധവിജിയെ പോലുള്ള ആൾക്കാർ എല്ലാവർക്കും പൂജയാണ് അധികാരമുണ്ട്. പൂജ സ്വയം ചെയ്യണം. അതിനുവേണ്ടി അന്നത്തെ പൗരോഹിത്യത്തെ കൊണ്ട് തന്നെ പാലിയ മുടങ്ങല നടപ്പിലാക്കി. അതുകൊണ്ട് മാധവജിയുടെ കാലങ്ങളിൽ പിന്നീട് എൻ്റെ ഗുരുനാഥനായിട്ടുള്ള അഴകത്ത് ശാസ്ത്രജ്ഞ ഒരുപാട് അദ്ദേഹമാണ് പിന്നീട് ഒരുപാട് പേർക്ക് അപ്രതീക്ഷ കൊടുത്തത്. എന്നാൽ അത് നടപ്പിലാക്കുക എന്നുള്ള ബുദ്ധിമാണ് ഭാരതീയ ധർമ്മപ്രചാര സഭ ഏറ്റെടുത്തത്. അതിന്റെ ഭാഗമായിട്ട് ഏതാണ്ട് 25,000-ലധികം കുടുംബങ്ങൾ ഒന്നിച്ചിരുന്ന വീടുകളിൽ പൂജ ചെയ്യുന്നത്. അത് കുറച്ചുകൂടി എല്ലാവരും വീട്ടിലാണ് ചെയ്യുന്നത്. ഒരുമിച്ച് ഒരു സ്ഥലത്ത് പൂജ ചെയ്യുമ്പോൾ ഒരു സിനർജി ഉണ്ടാവും. അതൊരു മെസ്സേജാണ്. ഞങ്ങളുടെ വീട്ടിലെ അമ്മയും നമ്മുടെ കുട്ടികൾ പറയണം, എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ പൂജ ചെയ്തതിന് കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ദിവസവും എല്ലാ ആഴ്ചയിലും പൂജ ചെയ്യാറുണ്ട്. അത് നമ്മൾ തെരഞ്ഞെടുത്ത മഹാലക്ഷ്മിയാണ്. കാരണം ആദ്യം മനുഷ്യന് വേണ്ടത് ധർമ്മവും അർത്ഥമാണ്. പൈസ ഇല്ലാത്ത ഒരാളുകൾ എങ്ങനെയാണ് വലിയ വലിയ കാര്യങ്ങൾ പറയാം. ഒരുപാട് ലോൺ അടയ്ക്കാൻ ഭയങ്കര പ്രശ്നമായിട്ട് നടക്കുന്ന ഒരാളുണ്ട്. അയാളോട് പോയി പറയാം, അടുത്ത ഞായറാഴ്ച യജുർവേദത്തിൽ 25-ാമത്തെ അധ്യായം പഠിപ്പിക്കുന്ന ഒരു ക്ലാസ്സിൽ വരുന്നെന്ന് വെച്ചാലോ, അത് അയാൾ അപമാനിക്കുന്ന സ്ഥലമാണ്. അയാൾക്ക് ആദ്യം വേണ്ടത് ഈ സാമ്പത്തികമായ പ്രതിസന്ധിയിൽ തീർന്ന് ഒരു സമാധാനം ഉണ്ടാവും. അതുകൊണ്ട് ഋഷി നമ്മളോട് പറഞ്ഞു, മഹാലക്ഷ്മിയെ ഉപാസിച്ച് ഇഷ്ടമാതിരി സമ്പത്തും ആത്മവിശ്വാസം ഉണ്ടാവണം. അതുകൊണ്ട് നമ്മുടെ കാമനകളൊക്കെ പൂർത്തീകരിക്കണം. അവിടെയാണ് മോക്ഷം വരും. ഓഷോ പറയും, സ്പിരിച്വാലിറ്റി ഈസ് ദ ലാസ്റ്റ് ലക്ഷറി.
സമൃദ്ധി അവിടെ നിന്നാണ് സ്പിരിച്വാലിറ്റിയിലേക്ക് പോകുന്നത്. ഭാരതത്തിലെ ഋഷിമാരാണ്, ആർഷഭാരതം സമ്പത്തുള്ള ഋഷിമാരായിരുന്നുള്ളതാണ്. അപ്പൊ അതിന് വീണ്ടും നമ്മളെല്ലാവരും കൂടി തിരിച്ച് നമ്മുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവരികയാണ്. സാറ് പറഞ്ഞതുപോലെ ആഴ്ച ഒരു ദിവസമെങ്കിലും നമ്മളെല്ലാവരും ഒരുമിച്ച് പൂജയും ഈ വിജയദശമിക്ക് നമ്മുടെ വീട്ടിൽ നമ്മൾ പൂജയും ഗ്രന്ഥപൂജ നമ്മുടെ വീട്ടിൽ ചെയ്യും. നമ്മളിൽ മഹാലക്ഷ്മി പൂജ എല്ലാ ദിവസവും ചെയ്യും. അതിന് കേരളത്തിൽ ഈ ഒരു ആശയം കൊണ്ടുവന്നപ്പോൾ ആദ്യമായിട്ട് വെൺപാലവട്ടം ക്ഷേത്രത്തിലാണ് നടത്തുന്നത്. ഈ ആശയം പറഞ്ഞ സമയത്ത് പൂർണ്ണമായും ഈ ക്ഷേത്രവും സംവിധാനങ്ങൾ മുഴുവൻ വിട്ടുതന്ന് മിക്കവാറും ദിവസം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ടാണ്. ഞങ്ങൾ പല ക്ഷേത്രക്കാരോട് അന്വേഷിച്ചപ്പോൾ അവരൊക്കെ ഞങ്ങളോട് ചോദിച്ചത് ഇതിൽ അമ്പലത്തിന് എന്ത് കിട്ടും എന്നാണ്. ഞങ്ങൾക്ക് എന്താണ് ഒരു വരുമാനം ഉണ്ടാവുക എന്നാണ്. എന്നാൽ അമ്പലത്തിന് എന്ത് കൊടുക്കാൻ പറ്റും എന്ന് ഞങ്ങളോട് ചോദിച്ച എൻ്റെ അറിവിൽ ഒരാൾ, അത് നമ്മുടെ ട്രസ്റ്റ് ചെയർമാൻ ട്രസ്റ്റ് എന്ന ഡോക്ടർ ബിജു രമേശ് സാറാണ്. ആ ഒരു വലിയ മനസ്സിനെ ഞങ്ങൾ ഭാരതീയ ധർമ്മപ്രചാര സഭ അങ്ങേയറ്റം ആദരിക്കുന്നു. കാരണം അത് വലിയൊരു മെസ്സേജാണ്. ക്ഷേത്രം കൊടുക്കേണ്ടതാണ്, അഭയകേന്ദ്രമാവണം എന്നുള്ളതാണ്. ആ നന്ദി അറിയിക്കുന്നതോടെ അതേസമയത്ത് നമ്മൾ ഈ കാര്യം പറഞ്ഞ സമയത്ത് ബിജു രമേശ് സാറിന് നല്ല പനിയാണ്. എന്നാലും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹം നമ്മളെ കൂടെ കൂടിയിട്ടുണ്ട് എന്നത് വലിയ സന്തോഷം. വിജയ് തമ്പി സാറ് ഞാൻ എന്തായാലും വിളിക്കുമ്പോൾ ബാംഗ്ലൂരാണ്, അവിടെ നല്ല തിരക്കിലാണ്. എങ്കിലും ശ്രീനാഥി പരിപാടിക്ക് ഞാൻ 4 മണിക്ക് അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞ് അദ്ദേഹം 4 മണിക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. അതൊക്കെ നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ, ഈ ആശയത്തോടുള്ള സ്നേഹം കൊണ്ടാണ്. അതിനൊക്കെ ഇത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമുക്ക് നന്ദി കാണിക്കാം. അതുപോലെ നിങ്ങളെല്ലാവരും പറഞ്ഞാൽ തീരാത്ത അത്രയും നന്ദിയുണ്ട്. ഈ ഒരു ആശയത്തെ നടപ്പിലാക്കാൻ വേണ്ടി നിങ്ങൾ ഇവിടെ വന്നു ചേർന്നത്. നമുക്ക് ഇത്രയും ആമുഖമായിട്ട് അല്ലെങ്കിൽ ഒരു ഭാഷണം എന്ന് എനിക്ക് പറയാനുള്ളൂ. നമുക്ക് ഈ പൂജ തുടങ്ങാനുള്ള സമയമായി. അതിനു മുമ്പ് നമ്മളെ നന്ദി നമുക്ക് വിജയ രമേശ് സാറിനെ, അതുപോലെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് പേര്, ഗീത ചേച്ചി, അതുപോലെ തന്നെ സുജിത ചേച്ചി, ഒരുപാട് പേര് എല്ലാവരും ഈ ആശയം ഞാൻ പറഞ്ഞ സമയത്ത് ഏറ്റെടുത്ത് ഇവിടെ നടപ്പിലാക്കാമെന്ന് പറഞ്ഞത് ആനന്ദാണ്. അദ്ദേഹത്തിൻ്റെ താല്പര്യം കൊണ്ടാണ് ഇവിടെ നടക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് അവരുടെ ഒരു നന്ദിയോടുകൂടി അവരോട് നന്ദി പറയാതെ ഇത് ചെയ്താൽ നന്ദികേടാവും. അതുകൊണ്ട് നമ്മളെ നന്ദി നമുക്ക് അവരെ അറിയിക്കാം. തീർച്ചയായിട്ടും ഞങ്ങൾ മനസ്സിലാക്കൊരു വനാറാണ്. ആദ്യമായിട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ വിജയ് ചന്ദ് സാർ, വിശുദ്ധ വൈഷ്ണവ സംസ്ഥാന പ്രസിഡന്റ്, അദ്ദേഹത്തിന് ക്ഷണം. നമ്മുടെ അമ്പലത്തിൻ്റെ ചെയർമാൻ ശ്രീ വിജയ് രമേശ് സാറിനെ ക്ഷോഭണിക്കുന്നതാണ്. അടുത്ത ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ സന്ദീപ് തമ്പാലിനെ ക്ഷണം. അടുത്ത നമ്മുടെ വിഭാഗത്തെ കൗൺസിലർ ശ്രീ പി കെ കുമാരൻ അവരുടെ ക്ഷണിക്കുന്നു. ഗീത ചേച്ചി മുന്നോട്ട് വരണം. ഗീത ചേച്ചി
ഷാജി സ്റ്റേജിലേക്ക് വരാൻ വേണ്ടി അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ഈ സായം ഇത്രയും ധന്യമാക്കാൻ നമുക്ക് സാധിച്ചത് നമ്മുടെ ഈ അമ്പലത്തിൻ്റെ എല്ലാ സാന്നിധ്യമായ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ചെയർമാൻ ശ്രീ വിജയ ബഷാറിന് ഹൃദയംഗമായ നന്ദി ഭാരതീയ ധർമ്മ പ്രചാര സഭയുടെ ഞാൻ അറിയിച്ചു. നമ്മുടെ ഇന്നത്തെ ഉദ്ഘാടനത്തിനായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹം വളരെ ദൂരത്തുനിന്ന് ഈ ഒരു പരിപാടിയെ ഇത്രയും വിജയിപ്പിക്കാൻ വേണ്ടി മാത്രം ഇത്രയും പ്രയത്നിച്ച് ഇവിടെ എത്തിയ ശ്രീ വിജി ചന്ദ്ര സാറിനെ നമ്മുടെ BDPS എല്ലാവിധ നന്ദിയും അറിയിച്ചു. നമ്മുടെ ഈ പരിപാടി നമ്മുടെ ഔപചാരികമായിട്ടാണെങ്കിൽ പോലും നമ്മളെയൊക്കെ ഇത്രയും പഠിപ്പിക്കുകയും നമുക്ക് ഇത്രയും അറിവ് നമുക്ക് നമ്മളുടെ സമൃദ്ധിക്കും സന്തോഷത്തിനും വേണ്ടിയിട്ട് ഇത്രയും ക്ഷീണമായി പ്രവർത്തിക്കുന്ന നമ്മുടെ ഗുരുനാഥന് ഔപചാരിക നന്ദി അറിയിക്കുന്നു. അടുത്തായി നമ്മുടെ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ സന്ദീപ് തമ്പാനാണ് അദ്ദേഹത്തിന് BDPS നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഈ വാഹന കൗൺസിൽ അപേക്ഷണം സ്വീകരിച്ചെത്തിയ അദ്ദേഹത്തിന് BDPS നന്ദി അറിയിക്കുന്നു. സർവോപരി നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി ക്ഷീണം പ്രവർത്തിച്ച എല്ലാവർക്കും ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലും സദയം ക്ഷമിക്കുക. എല്ലാവർക്കും BDPS ഹൃദയംഗമായി നന്ദി അറിയിക്കുന്നു. മഹാലക്ഷ്മി ചെയ്യാനുള്ള രണ്ട് വസ്തുക്കളെ ഉള്ളൂ. ഒന്ന് ചെയ്യാനുള്ള മനസ്സ്, രണ്ട് മഹാലക്ഷ്മി. മഹാലക്ഷ്മി വിളക്ക് ചെയ്യാനുള്ള മനസ്സുണ്ടായാൽ മതി, ബാക്കി സാധനങ്ങൾ വെച്ച് പോയി ചെയ്യാം. വിളക്ക് ഉണ്ടാവും അല്ലേ? വിളക്കില്ലാത്ത തരാം. ഗ്ലാസും അല്ലെങ്കിൽ വെള്ളം ഇല്ലാതെ മാത്രം ഒരു സ്പൂൺ, പൂവ്, ഇത്രയും മതി. ബാക്കി മറ്റേ ആർഭാടത്തിനാണ്. അതൊക്കെ ഉണ്ടെങ്കിൽ ആർഭാടമായിട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ മഹാലക്ഷ്മിക്ക് ചെയ്യാം. അപ്പം നമുക്ക് ഇവിടെ അറിയാൻ പറ്റിയ ഞാൻ ഓക്കെ. നമ്മൾ ഓൾമോസ്റ്റ് 90% ആൾക്കാരെ പൂജ പഠിച്ചവരാണ്. എനിക്കുള്ള ഒട്ടും പൂജ പഠിച്ചില്ല. ആദ്യമായിട്ടാണ് മഹാലക്ഷ്മി കേൾക്കുന്നത്. എന്നാലും സാറില്ല, നമ്മൾ പൂജ ചെയ്യാം. പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ചെയ്താൽ കൃത്യമായിട്ട് ചെയ്തോളാം. അപ്പൊ നമുക്ക് വ്യവസ്ഥ ഒക്കെ ഉണ്ട്. തമ്പി സാർ ഒറ്റ ആ കുടികൾ കൂടി സാറൊക്കെ തിരി കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് അല്ല അവിടെ ശേഷം നമുക്ക് തീപ്പെട്ടി കാണാൻ സ്വയം സ്വന്തം വിളക്കത്തില്ല, എണ്ണ ഒഴിക്കേണ്ടി വരും. 4 കത്തുണ്ടാവും, തിരി കൊടുക്കേണ്ടി വരും. അപ്പൊ തിരിയില്ല, എണ്ണ ഒഴിക്കും.
എഴുതാനുണ്ടെങ്കിൽ നമുക്ക് എത്തിക്കാം. വിളക്കിന്റെ വലുപ്പനുസരിച്ച് 2 തിരിയോ 5 തിരിയോ ഇടാം. അതിന് പ്രത്യേകിച്ച് ന്യായമൊന്നുമില്ല. അപ്പൊ സാധനത്തിന് മുദ്ര കാണിക്കുകയാണ്. ബാക്കിൽ കേൾക്കുന്നില്ല, അവിടെ കേൾക്കുന്നുണ്ടോ? പറയുന്നത് മുദ്ര കാണിച്ചത് ആ പിന്നിൽ കേൾക്കുന്നുണ്ടോ? ക്ലിയറാണോ? ആ ക്ലിയറാണ്. ഈ പുസ്തകം വീട്ടിൽ പോയിട്ട് വായിച്ചാൽ മതി. ഇപ്പൊ വായിക്കാൻ നിൽക്കണ്ട, ഞാൻ വായിച്ചോളാം. നമ്മൾ ആരെങ്കിലും ഒരാൾ വായിച്ചാൽ മതി. വിളക്ക് കത്തിക്കാം, കെട്ടുപോയാൽ പേടിക്കണ്ട. കാറ്റത്തെ വിളക്ക് കെട്ടുവന്ന സ്വാഭാവികമാണ്. അത് കത്തിച്ച് അതിന്റെ മുകളിൽ ശ്രമം നടത്തണ്ട. നമുക്ക് അവസാനം വീട് കത്തിക്കാം. കാരണം നല്ല കാറ്റുണ്ട്, അതുകൊണ്ട് വിളക്ക് കെട്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കേട്ടോട്ടെ. ആ നീ വിളക്ക് കെട്ടുപോയാൽ പേടിക്കില്ല. വിളക്ക് കെട്ടുപോയാൽ സാധ്യതയാണ്. അതിന്റെ മുകളിൽ നമ്മൾ മെനക്കണ്ട. വിളക്ക് കത്തിച്ച് വാശി നടത്തുന്നുള്ള വാശിയൊന്നും പിടിക്കില്ല. സ്വാഭാവികമാണ് കാറ്റിൽ തന്നെ വിളക്ക് കെട്ടുപോകുന്നത്. ശരി, ചതുർത്ഥി. ശരി, ഇനി വിളക്ക് കെട്ടുപോയാൽ അങ്ങനെ നിൽക്കട്ടെ, ഒന്നും ചെയ്യണം. നമുക്ക് പിന്നെ വേണേൽ കഴിയാം. വിളക്ക് കത്തിക്കുക എന്നുള്ളത് നമ്മുടെ ചുമതലയാണ്. കത്തുക എന്നുള്ള വിളക്കിന്റെ പണിയാണ്. അത് വിളക്ക് കത്തിയിലേക്ക് സാധ്യത. തുടങ്ങാം നമുക്ക്. റെഡിയാണോ? ആ അടുത്ത ആൾ കൃത്യമായി പ്രതികരിക്കുന്നതാണ്. അതുകൊണ്ട് ഇവിടെ വിജയിക്കുന്ന നമ്മൾ പ്രതികരിക്കുന്ന കരുതുന്നത്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ 8 സ്റ്റെപ്പ് പൂർവാംഗപൂജയാണ്. നമ്മളുടെ തന്നെ ചെയ്യുന്നതാണ്. അപ്പൊ പവിത്രീകരണം. ഗ്ലാസ്സിൽ വെള്ളം ഉണ്ടാവും. ആ വെള്ളം കുറച്ച് കയ്യിലേക്ക് ഇടുക. വെള്ളം കയ്യിലേക്ക് എടുത്തിട്ട് മന്ത്രജലിക്കോ ചേച്ചി ആ വിളക്ക് കത്തിക്കുന്ന പണി ഉപേക്ഷിക്കും. പിന്നെ കത്തിക്കാം. ഇവിടെ വിളക്കും കലശമൊക്കെ ഉണ്ടല്ലോ. ശരി, കയ്യിൽ വെള്ളം എടുക്കാം. മന്ത്രജലിക്കും. ഓ അപവിത്ര പവിത്രോ വാ സർവാവസ്ഥാംഗതോപി വാ യസ്മരേ പുണ്ഡരീകാക്ഷം സമാഹ്യാഭ്യന്തരശുചിഃ. സ്വന്തം ശരീരത്തിൽ കളിക്കാം, പൂജാദ്രവ്യങ്ങൾ കളിക്കാം, ചുറ്റില് കളിക്കാം. അപവിത്രമായതൊക്കെ പവിത്രമാവട്ടെ. അപവിത്രമായത് എന്തൊക്കെയാ? ഞാൻ ഈശ്വരനല്ല എന്നുള്ള ചിന്തയാണ് അപവിത്രം. ഞാൻ ഈശ്വരനാണെന്നുള്ളത് പവിത്രമാണ്. ഞാൻ ഈശ്വരനല്ല എന്നുള്ള ചിന്തയിൽ നിന്ന് ഞാൻ ഈശ്വരനാണ് എന്ന ചിന്തയിലേക്ക് ഉയരട്ടെ. 2 ജീവപ്രോജനാണ്. നമ്മൾ നേരത്തെ വിളക്ക് കത്തിച്ചു. അതുകൊണ്ട് വിളക്കിനെ നമസ്കരിച്ചാണ്. മന്ത്രം ചൊല്ലണം. ഓം ദീപജ്യോതി പരം ബ്രഹ്മ ദീപജ്യോതിർജനാർദ്ദന ദീപോ ഹരതു മേ പാപം ദീപജ്യോതിർനമോസ്തുതേ. അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കുന്നതാണ് ദീപം. അതുപോലെ നമ്മളെല്ലാ ദുരിതങ്ങളിൽ നിന്നും ശ്രേയസ്സിലേക്ക് നയിക്കട്ടെ. 3 ആചമനാണ്. 3 പ്രാവശ്യം വെള്ളം കുടിക്കണം.
നമ്മൾക്ക് ഇങ്ങനെ ഒരു മഹാഭാഗ്യം ഉണ്ടായതിന് ഗുരു പരമ്പരയോടും അച്ഛനോടും അമ്മയോടൊക്കെ നന്ദി പറയണം. എല്ലാവരും തന്നെ ഓ സദാശിവസമാരംഭ ശങ്കരാചാര്യമധ്യമ അസ്മദാചാര്യപര്യന്ത വന്ദേ ഗുരുപരമ്പര. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. കണ്ണടച്ച് വയ്ക്കാം, നട്ടല് നിർത്തി വയ്ക്കാം. നമ്മൾക്ക് ജന്മം തന്ന് നമ്മളെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ ഒരു നിമിഷം മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരെ കാല് നമസ്കരിച്ചിട്ട് അവരോട് നന്ദി പറയാം. എനിക്ക് ജന്മം തന്നതിന് ഒരുപാട് നന്ദി, എനിക്ക് തന്ന സംസ്കാരത്തിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി. ഞാൻ ഈ ഭൂമിയിൽ വന്ന് ജനിക്കാൻ കാരണമായത് നിങ്ങളാണ്. അവരോട് അനുവാദം വാങ്ങിക്കാം. മഹാലക്ഷ്മി പൂജ ചെയ്യാൻ പോവാണ്. ഞാൻ ഈ മഹാലക്ഷ്മി പൂജ ചെയ്യുന്നതിലൂടെ കഴിഞ്ഞ 7 തലമുറയിൽപ്പെട്ട പിതൃക്കൾക്ക് മോക്ഷം ഉണ്ടാവും. വരാൻ പോകുന്ന 7 തലമുറയ്ക്ക് പുണ്യുണ്ടാവും. അങ്ങനത്തെ ഒരു പ്രവൃത്തിയാണ്. അതിന് അച്ഛൻ്റെ അമ്മയുടെയും ഗുരു കാരണവന്മാരുടെയും അനുഗ്രഹം ഉണ്ടാവണം എന്ന് മനസ്സുകൊണ്ട് അച്ഛൻ്റെ അമ്മയുടെയും കാലിൽ നമസ്കരിച്ച് അവരുടെ അനുവാദം. ശേഷം ആസന പൂജയാണ്. നിങ്ങൾക്ക് ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇതിനോട് ഇരിക്കാൻ സൗകര്യം ഉണ്ടോ എന്നറിയില്ല. ഇല്ലെങ്കിൽ ഇരിക്കുന്ന സ്ഥലത്തോട്ട് ചെയ്യാൻ പറ്റും. കസാല ഇരിക്കുന്ന ആൾ ഒന്നും ചെയ്യണ്ട, അവിടെ ഇരുന്നാൽ നിലത്ത് ഇരിക്കുന്ന ആൾക്കാർ കത്തികളും ഒന്ന് മേക്കോട്ട് ഇന്നത്തെ കയ്യിൽ വെള്ളമെടുത്ത് മന്ത്രം ചൊല്ലി തളിക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയ്യിൽ വെള്ളമെടുത്ത് ഇവിടെ തളിച്ചാൽ മന്ത്രം ചൊല്ലിക്കോളൂ. ദേവീത്വം വിഷ്ണുനാമൃത ത്വം ച ധാരയമാം ദേവി പവിത്രം കുരു ശാസനം. ഞാനിരിക്കുന്ന ഈ ഇരിപ്പിടം വളരെ പോസിറ്റീവ് എനർജികളാവട്ടെ എന്ന് ഭാവനയ്യ. ഇരിപ്പിടത്തോട് അനുവാദം വാങ്ങിക്കാം. ഞാൻ കുറച്ചേരം ഇരിക്കാൻ പോവാണ്. ഭൂമി ദേവിയോട് മനസ്സോട് അനുവാദം വാങ്ങിക്കുക. നമുക്ക് അടുത്ത കുറച്ച് സമയം സുഖമായിട്ട് ഇവിടെ ഇരുന്ന് പൂജ ചെയ്യാൻ സാധിക്കുന്നത്. ഇനി ആത്മപൂജയാണ്. പുഷ്പാക്ഷരങ്ങൾ കയ്യിലെടുത്ത് മന്ത്രം ചൊല്ലി മൂർധാവിലെത്തണം. ഞാൻ സ്വയം ദേവിയാണ് എന്ന് ഭാവനയാണ്. എങ്ങനെയാണോ ക്ഷേത്രത്തിൽ ദേവി ഉള്ളത് അതുപോലെ ശരീരമാവുന്ന ക്ഷേത്രത്തിലുള്ള ചൈതന്യം സാക്ഷാൽ ദേവി തന്നെയാണ്. ഞാൻ ദേവി തന്നെയാണ്. എൻ്റെ ഉള്ളിലെ ലക്ഷ്മിയാണ് ഞാൻ പൂജിക്കുന്നത്. പൂജ ചെയ്യുന്നത് പുറത്താണെങ്കിലും പൂജ സംഭവിക്കുന്നത് എൻ്റെ മുന്നിലാണ്. ആ പുഷ്പാക്ഷരങ്ങളെടുത്ത് മന്ത്രം ചൊല്ലി മൂർധാവിലെത്തണം. ദേവോ ദേവാലയ പ്രോക്ത ജീവോ ദേവസനാതന ത്യജേത് അജ്ഞാനനിർമാല്യം സോഹം ഭാവേന പൂജയേ. ഞാൻ സ്വയം ദേവി തന്നെയായി, ഞാൻ മഹാലക്ഷ്മി തന്നെയാണ് ഓർപ്പിക്കാം. കാരണം ദേവിയായി വളർത്താൻ മാത്രമേ ദേവിയോട് സംബന്ധിക്കാൻ പറ്റൂ. ശിവം പൂജ ശിവം ചെയ്ത് അങ്ങനെ ഖണ്ഡാപൂജയാണ്. നിങ്ങൾക്ക് മണി ഉണ്ടാവുക, അതുകൊണ്ട് ശബ്ദം മണിയുടെ എനിക്കും കേട്ടാൽ ആഗമനാർത്ഥം തു ദേവാനാം ഗമനാർത്ഥം തു രക്ഷസാം പൂർവേ മണ്ഡലവസ്ത്രം ദേവതാപാനനാഞ്ജനം
വിഘ്നം മാറ്റുന്ന എല്ലാ രാക്ഷസന്മാരും ഇവിടുന്ന് ദൂരേക്ക് പോട്ടെ. എല്ലാ ദേവീ കലകളും ഇവിടെ വന്നിരുന്ന് കളിയാടട്ടെ. എല്ലാ ഈശ്വരീയമായ ചൈതന്യങ്ങളും ഇവിടേക്ക് വരട്ടെ എന്ന് ഭാവനയാണ്. ശേഷം ഗണപതി വന്നാണ് കൈകൂപ്പി മഹാഗണപതിയെ വന്ദിക്കും. ഓം ശുക്ലാം വരദരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. മഹാഗണപതിയോട് ഈ പൂജയും തുടർന്ന് വരുന്ന നമ്മുടെ ജീവിതവും യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ പോവാൻ അതേ മഹാഗണപതിയോട് പ്രാർത്ഥിക്കാം. ഒരു ഭാഗം കഴിഞ്ഞു. അടുത്ത ദേശസങ്കല്പമാണ്. ഇതിനാണ് പൂജ ചെയ്യാറുള്ളത് എന്ന് പറയാണ്. കയ്യിൽ പുഷ്പാക്ഷരം എടുക്കുക, ഇടത്തെ കയ്യിൽ പൂ വയ്ക്കുക, വലത് കൈ കൊണ്ട് ഇങ്ങനെ അടച്ചു പിടിക്കുക. ഇടത് കയ്യിൽ പൂ എടുക്കുക, വലത് കൈ കൊണ്ട് അടച്ചു പിടിക്കുക, വലത്ത് ഭാഗത്ത് വയ്ക്കുക. സങ്കല്പം എല്ലാവരും പറഞ്ഞോളൂ. എല്ലാവരും പറഞ്ഞോളൂ. ഓം തത്സത് മമ ഉപാത്ത സമസ്ത ദുരിതക്ഷയദ്വാര ശ്രീ മഹാലക്ഷ്മി പ്രീത്യർത്ഥം അദ്യ ബ്രഹ്മണ ദ്വിതീയപരാധേ ശ്വേതവരാഹകൽപേ വൈവത്സ്വതമന്വന്തരേ അഷ്ടാവിംശതിതമേ കലിയുഗേ പ്രഥമപാദേ ജംബൂദ്വീപേ ഭരതഖണ്ഡേ ഭാരതദേശേ മേലോ ദക്ഷിണേ പാർശ്വേ കേരളപ്രാന്തേ തിരുവനന്തപുരം വിഖ്യാതപ്രദേശേ വെൺപാലവട്ടം വിഖ്യാത ക്ഷേത്രസന്നിധൗ ശകാബ്ദേ അസ്മിൻ വർത്തമാനേ വ്യാവഹാരികേ പ്രഭവാദീനാം ഷഷ്ഠി സംവത്സരാണാം മധ്യേ പ്രവർത്തമാനേ ക്രോധി നാമകേ സംവത്സരേ ദക്ഷിണായനേ കന്നിമാസേ ശുക്ലപക്ഷേ ചതുർത്ഥ്യാം ശുഭദിനോ രവിവാസരയുക്തായാം വിശാഖം നക്ഷത്രയുക്തായാം ശുഭയോഗ ശുഭകരണ ഏവം ഗുണവിശേഷേണ വിശിഷ്ടായാം അസ്യാം വർത്തമാനായാം ശുഭദിനോ. എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പൂജ ചെയ്തത് എന്ന് പറയാമല്ലോ. അസ്മാകം സഹകുടുംബാനാം ക്ഷേമസ്ഥൈര്യ വീര്യജയ ആയുരാരോഗ്യ ഐശ്വര്യ
ആഭിവൃദ്ധ്യർത്ഥം ആയുഷ്മത് സൽസന്താന സമൃദ്ധ്യർത്ഥം ധർമ്മ അർത്ഥ കാമ മോക്ഷ ചതുർവിധ ഫല പുരുഷാർത്ഥ സിദ്ധ്യർത്ഥം ചിന്തിത മനോരഥ അവാപ്ത്യർത്ഥം ശ്രീ മഹാലക്ഷ്മി പ്രസാദ സിദ്ധ്യർത്ഥം ശ്രീ മഹാലക്ഷ്മി പ്രസാദാത് സമസ്ത മംഗള അവാപ്ത്യർത്ഥം ഇഷ്ടകാമ്യാർത്ഥ സിദ്ധ്യർത്ഥം സകല അഭീഷ്ട ഫലസിദ്ധ്യർത്ഥം ശ്രീ മഹാലക്ഷ്മ്യാ യഥാശക്തി ധ്യാന ആവാഹനാദി പുരസരം ഷോഡശോപചാര പൂജ അഹം കരിഷ്യേ. നട്ടല് നിർത്തിക്കുക, കണ്ണുകൾ അടച്ചു വയ്ക്കുക. ഈ പൂജയുടെ റിസൾട്ടായിട്ട് നിങ്ങൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് മനസ്സിൽ സങ്കല്പമായിട്ട് വയ്ക്കുക. എന്ത് സങ്കല്പം വെച്ചാലും ആ സങ്കല്പം നടക്കാനുള്ള ഊർജം ഈ പൂജയിലുണ്ടാവും. നമ്മളുടെ സങ്കല്പം പൂർണ്ണവും ശക്തവുമായിരിക്കും. സങ്കല്പം പൂർത്തിയായാൽ കയ്യിലെ പുഷ്പാക്ഷതകൾ നമുക്ക് മുമ്പിലുള്ള വിളക്കിൽ സമർപ്പിക്കാം. ഇവിടെ വിളക്കിലാണ് പൂജ എന്നുള്ള വിളക്കിൽ പറയുന്നത്. സാധാരണ മഹാലക്ഷ്മി പൂജ കലശത്തിലാണ് ചെയ്യുക. നമുക്ക് ആ സംവിധാനം ഇല്ലാത്തതുകൊണ്ട് വിളക്കിൽ ചെയ്യുന്നതിലും ശേഷം കലശ പൂജയാണ്. കലശത്തിൽ പൂജിക്കുന്നവർക്കാണ് കലശ പൂജ. നമുക്ക് ആ മന്ത്രം ചൊല്ലിയിട്ട് കലശത്തിൽ സമർപ്പിക്കുന്നതിന് പകരം നമ്മുടെ വെള്ളത്തിൽ, നമ്മുടെ ഗ്ലാസ്സിലെ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് അതിന്റെ കലശാക്കി മാറ്റാം. പൂ കയ്യിലില്ല, മന്ത്രം ചൊല്ലിക്കോ. കലസസ്യ മുഖേ വിഷ്ണു കണ്ഠേ രുദ്രസമാശ്രിത മൂലേ തത്ര സ്ഥിതോ ബ്രഹ്മ മധ്യേ മാതൃഗണാസ്തുത കുക്ഷൗ തു സാങ്കരാ സർവേ സപ്തദ്വീപാവസുന്ദരാ ഋഗ്വേദോദയജുർവേദാ സാമവേദോപ്യധർമ്മണാ അങ്കേശ്ച സഹിതാ സർവേ കലശാംബുസമാശ്രിതാ ആയാന്തു ദേവീ പൂജ്യാർത്ഥം ദുരിതക്ഷയകാരക ഗംഗേ ചയമുനേ ചൈവ ഗോദാവരീ സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു. ആ പുഷ്പാക്ഷരങ്ങൾ കലശത്തിലോ വെള്ളത്തിലോ. ഇനി മഹാലക്ഷ്മിയെ ആ രൂപത്തെ നമ്മൾ ധ്യാനിക്കുകയാണ്. ഈ കോപ്പി ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. കണ്ണടച്ചുകൊണ്ട് മഹാലക്ഷ്മി രൂപത്തെ മനസ്സിൽ ഭാവന ചെയ്ത് ആ ലക്ഷ്മിയാണ് നമ്മൾ മുമ്പിലേക്ക് പിടിച്ചെടുക്കാൻ പോകുന്നത്. ആ ഭാവന ചെയ്യുക. ഓ യാ സാ പദ്മാസനസ്ഥാ വിപുല കൈതലി പദ്മപത്രായതാക്ഷി
ഗംഭീര വർത്തനാഭി സ്തനഹരനമിത ശുഭ്രവസ്ത്രോത്തരീയ ലക്ഷ്മീർദിവ്യേ ഗജേന്ദ്രേ മണിഗണഖചിതേ സ്നാപിത ഹേമകുംഭേ നിത്യം സാ പദ്മഹസ്ത മമ വസതു ഗൃഹേ സർവമംഗല്യേയുക്ത. എന്ത് ആവശ്യപ്പെട്ടാലും തരുന്ന ആ മഹാലക്ഷ്മി, കയ്യിൽ കരുന്ന കലശമുള്ള മഹാലക്ഷ്മി, നിത്യവും എൻ്റെ വീട്ടിൽ വസിക്കാനായി ഞാനിത് ആ മഹാലക്ഷ്മിയെ ധ്യാനിക്കുന്നു എന്നാണ് പറഞ്ഞത്. നമുക്ക് ആ മഹാലക്ഷ്മിയെ ആവാഹിക്കാം. കയ്യിൽ പുഷ്പങ്ങൾ എടുക്കാം. പുഷ്പം എടുത്തിട്ട് മന്ത്രത്തിലേക്ക് പോകാം. ഓം സർവസമ്പത്പ്രദായേ ച മഹാദേവീം അഹം ഭജേ ആവാഹയാമ്യഹം ദേവീം സർവസൗഖ്യപ്രദായിനീം. ഓം ശ്രീ മഹാലക്ഷ്മീ നമഃ. ആവാഹയാമി സ്ഥാപയാമി പൂജയാമി. ആ മഹാലക്ഷ്മി ആവാഹിച്ച് മുമ്പിലുള്ള വെള്ളത്തിൽ സമർപ്പിക്കാൻ താഴെ അതായത് ആ മഹാലക്ഷ്മി വന്നാൽ നമുക്ക് ഉപചാരങ്ങൾ കൊടുക്കണം. മഹാലക്ഷ്മി ഇരിക്കാൻ വേണ്ടി രത്നസിംഹാസനം കൊടുക്കണം. പുഷ്പാഷ്ടൂ കയ്യെടുക്കുക. ഭാവനയിൽ രത്നസിംഹാസനം കാണാം. നാനാരത്നസമായുക്തം തപ്തഹാരംഗനിർമ്മിതം ഭദ്രാസനം സമാനീയം ശ്രീഗുരുഷ്യമഹേശ്വരി. ഓം ശ്രീ മഹാലക്ഷ്മീ നമഃ. രത്നസിംഹാസനം സമർപ്പയാമി. ദേവിക്ക് ദേവിയുടെ കാല് കഴിക്കണം. താമരപ്പൂവിന്റെ നിറമുള്ള മൃദുത്വമുള്ള ദേവിയുടെ കാലുകൾ മനസ്സിൽ കാണാം. കയ്യിൽ നമ്മളെ വെള്ളമാണ്, ജലമാണ് സമർപ്പിക്കുന്നത്. നമ്മള് സ്പൂണോട് മുന്നിറങ്ങിയിട്ട് വെള്ളം കൂടിയിട്ട് മന്ത്രിക്കുക. സുരാസുരമൗലി മാലാമാണിക്യകാന്തിഭി വിരാജിതപദദ്വന്ദ്വേ പാദ്യം തേ കൽപ്പയാമ്യഹം. ഓം ശ്രീ മഹാലക്ഷ്മീ നമഃ. പാദയോ പാദ്യം സമർപ്പയാമി. ദേവിയുടെ കാല് കഴുകി തുടച്ച് നമ്മൾ നമസ്കരിച്ചു. ഇതിലേക്ക് മുഖം കഴുകാൻ വെള്ളം കൊടുക്കാം. മന്ത്രത്തിലിപ്പോ വീട് പണ്ടെടുക്കാം. അനർഘസത്വസമ്പൂർണേ പുത്രപൗത്രഫലപ്രദേ അർഘ്യം ദാസ്യാമി ദേവേശി മമാനർഘ്യഫലപ്രദേ. ഓം ശ്രീ മഹാലക്ഷ്മീ നമഃ. അർഘ്യം സമർപ്പയാമി. ദേവിക്ക് വായ കഴുകാം, വെള്ളം കൊടുക്കാം. പിന്നെ വെള്ളം എടുക്കാം. രക്തബീജസമുൽപ്പന്ന രക്താസനസമാശ്രയേ
പ്രാർത്ഥിതം സർവദേവതാ പുഷ്ടിതം പ്രാണിനാം ശുദ്ധം ക്ഷീരം സ്നാനായ കൽപ്പയേ ഓം ശ്രീ മഹാലക്ഷ്മീ നമഃ ക്ഷീരസ്നാനം സമർപ്പയാമി ആദ്യകൊണ്ട് ഒളിപ്പിക്കുന്ന അഭിഷേകം ചെയ്യുന്ന ഭാവനയിട്ട് ജലസമർപ്പിക്കാം. ഇനി ദേവിക്ക് പഞ്ചാമൃതം കൊണ്ടുള്ള അഭിഷേകമാണ്. നമ്മുടെ വീട്ടിൽ പൂജ ചെയ്യുന്നവർക്ക് ലൈവായിട്ട് കൊടുക്കാം. ഇപ്പൊ നമ്മള് അതിനും ജലം തന്നെ കൊടുത്താൽ മതി. എടുത്ത് അമൃത പയോ ക്ഷൗദ്ര ശർക്കര ഫലസംയുതം പഞ്ചാമൃതം തേ സ്നാനാർത്ഥം കൽപ്പയേഹം വരദേ ശിവേ. ഓം ശ്രീ മഹാലക്ഷ്മീ നമഃ. പഞ്ചാമൃത സ്നാനം സമർപ്പയാമി. പഞ്ചാമൃതം കൊണ്ട് അഭിഷേകം ചെയ്യുന്നതിന് ഭാവന ചെയ്യാം. ഇനി നമുക്ക് വീണ്ടും ജലം കൊണ്ട് ശുദ്ധജലം കൊണ്ട് ദേവിയെ കുളിപ്പിക്കണം. വീണ്ടും പങ്കെടുക്കാം. ഗംഗാതോയം സമാഹിതം ചന്ദനേന സമന്വിതം ഭക്ത്യാ ദത്തമിതം തോയം ഗൃഹ്യതാം പരമേശ്വരി. ഓം ശ്രീ മഹാലക്ഷ്മീ നമഃ. ശുദ്ധോദക സ്നാനം സമർപ്പയാമി. ദേവിനെ കുളിപ്പിച്ച് ശുദ്ധോദക സ്നാനം കുളിപ്പിച്ചു. ദേവിക്ക് വസ്ത്രം ധരിക്കണം. മന്ത്രത്തിലേക്കോ നമ്മൾക്ക് നൂല് ഉണ്ടെങ്കിൽ നൂല് സമർപ്പിക്കാം, ഇല്ലെങ്കിൽ പൂവല്ല സമർപ്പിക്കാം. നൂലുണ്ടെങ്കിൽ ആ പൂവല്ല, മഞ്ഞ ചരടുകളല്ല, അത് താലിക്കുകളാണ്. അതല്ലാതെ നൂലുണ്ടെങ്കിൽ നൂല്, ഇല്ലെങ്കിൽ പൂവല്ല ചെയ്താൽ മതി. വസ്ത്രം ഉണ്ടെങ്കിൽ വസ്ത്രം ഉപയോഗിക്കാം. നൂല് വസ്ത്രം ഇറങ്ങി മന്ത്രത്തിലേക്കോ ക്ഷൗമചേനാം ദേവി ഹേമസൂത്രവിചിത്രിത ചിത്രവർണ്ണസമായുക്ത ഭക്ത്യാ ദുർഗേരതാമ്യം. ഓം ശ്രീ മഹാലക്ഷ്മീ നമഃ. വസ്ത്രം സമർപ്പയാമി. വസ്ത്രോത്തരീയം സമർപ്പയാമി. വസ്ത്രോത്തരിയാണ് മേഘവസ്ത്രമാണ് ഉപയോഗിച്ചത്. ഇത് ദേവിക്ക് വസ്ത്രം. നമ്മുടെ നൂലോ വസ്ത്രം ഉണ്ടെങ്കിൽ വസ്ത്രം കൊടുക്കുക, ഇല്ലെങ്കിൽ നൂല് കൊടുക്കാം. വസ്ത്രം ഉണ്ടെങ്കിൽ ഇവിടെ സമർപ്പിക്കാമോ, പട്ടുണ്ടെങ്കിൽ സമർപ്പിക്കാം, ഇല്ലെങ്കിൽ നൂല്. അതിൽ വസ്ത്രം ഉണ്ടല്ലോ, പട്ട് സമർപ്പിക്കാം. മന്ത്രത്തിലേക്കോ കഞ്ചുകം ചോപവസ്ത്രം ച ഹംസചിഹ്നവിഭൂഷിതം ഗൃഹാണത്വം മഹാദുർഗേ മയാ ദത്തം സുശോഭിതം. ഓം ശ്രീ മഹാലക്ഷ്മീ നമഃ. വസ്ത്രം സമർപ്പയാമി.
നമുക്ക് താലിച്ചരട് കൊടുക്കാൻ മംഗളസൂത്രം മഞ്ഞ ചരടുണ്ടാവും. ആ മഞ്ഞ ചരടിന്റെ പോലെ മഞ്ഞളുണ്ടാവും. ആ മഞ്ഞൾ ഇങ്ങനെ കെട്ടണം. മഞ്ഞൾ കെട്ടി വെച്ച് പലരും ഇല്ല, മഞ്ഞൾ വന്ന് അതിനെ കൂടെ ചുറ്റിയാൽ മതി. ഒരു ചുറ്റി അതൊക്കെ ഹെൽപ്പ് വേണമെന്ന് കഴിക്കാൻ മതി. ആണോ? ആ ചരടിന്റെ പോലെ മഞ്ഞൾ വന്ന് ചുമച്ചാൽ മതി. മോളിക്കൂടെ ചുമക്കാനാണ് പറയുന്നത്. എന്താ പറയുക? അതിന്റെ മോള് കെട്ടിയ ശരി. അപ്പൊ റെഡിയല്ലേ താലി? ഇത് മഹാലക്ഷ്മി മുതൽ വളരെ പ്രധാനപ്പെട്ടാണ്. ഈ താലി ചാർത്തുമ്പോൾ നമ്മളെല്ലാവരും ഭർത്താവിന് ദീർഘായുഷ്മാനായിരിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. പുരുഷന്മാരാണ് ചെയ്യുന്നതെങ്കിൽ ഭാര്യ ദീർഘസുമംഗലിയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പം ശിവനാണ് ദേവിക്ക് മംഗളസൂത്രം കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇവിടെ ദേവിക്ക് മംഗളസൂത്രം കൊടുക്കാം. മന്ത്രത്തിലേക്ക് കൊടുക്കാം. ലളിതേ ശ്രീ മഹേശാനി സർവമംഗളദായി സ്വർണമംഗളസൂത്രം തേ ജനേഹം മംഗളപ്രദം. ഓം ശ്രീ മഹാലക്ഷ്മീ നമഃ. മംഗളസൂത്രം സമർപ്പയാമി. മംഗളസൂത്രം കളക്കാനായിട്ട് താഴെ നമുക്ക് ധരിക്കാം. അവിടെ വെച്ചാൽ ഇവിടെ വീട്ടിൽ വീട്ടിലെ കല്യാണം നടക്കാണ്ട്, മോളെ കല്യാണം നടക്കാണ്ട്, മോൻ്റെ കല്യാണം നടക്കാണ്ട്, അതൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ സങ്കല്പമില്ല. ഇനി ദേവിക്ക് യജ്ഞോപവി നൂലുണ്ട്. അപ്പൊ വീണ്ടും നൂല് കയ്യിലെടുക്കാം. അല്ലെങ്കിൽ പൂവ് തന്നെ സമർപ്പിക്കാം. ബ്രഹ്മവിദ്യേ ജഗന്മാതാ സ്വർണതന്തുവിനിർമ്മിതം ഉപവീതം ദദാമ്യദ്യാം സർവയജ്ഞസ്വരൂപിണീ. ഓം ശ്രീ മഹാലക്ഷ്മീ നമഃ. യജ്ഞോപവീതം സമർപ്പയാമി. ഇനി ദേവിക്ക് ആഭരണങ്ങളാണ് സമർപ്പിക്കുന്നത്. വീട്ടിൽ പൂജ ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള ആഭരണങ്ങളൊക്കെ ദേവിക്ക് കൊടുക്കാം. ദേവി അത് 10,000 മടങ്ങായിട്ട് നമുക്ക് തിരിച്ചു തരും. ഇപ്പൊ നമുക്ക് ആഭരണങ്ങൾ സമർപ്പിക്കാമെങ്കിൽ പകരം പൂവ് തന്നെ സമർപ്പിക്കാം. പുഷ്പാക്ഷരങ്ങൾ ആഭരണമാണ് എന്നുള്ള ഭാവത്തിൽ സമർപ്പിക്കാം. മന്ത്രത്തിലേക്കോ കിരീടഹാരകേയൂര കങ്കണാതിവിഭൂഷണേ അലങ്കാരോ മേളിതേ സർവാലങ്കാരകാരിണീ. ഓം ശ്രീ മഹാലക്ഷ്മീ നമഃ. ആഭരണാനി സമർപ്പയാമി. ആഭരണം സമർപ്പിച്ചു. ഇനി ദേവിക്ക് സുന്ദരിയായിരിക്കണം. ഒരു പൊട്ടിൽ കൊടുക്കണം. നെഞ്ചിയിൽ ആദ്യം അതിനകത്ത് മഞ്ഞൾ കുങ്കുമം ഉണ്ടാവും. നമുക്ക് മഞ്ഞൾ കുങ്കുമം എടുത്ത് ആദ്യം മഞ്ഞളോട് കൊടുത്ത് പിന്നെ കുങ്കുമം എടുക്കും. മന്ത്രത്തിന്റെ കൂടെ കുങ്കുമാകരുതൂര കസ്തൂരി ചന്ദനാദികം വിലേപനം മഹാദേവി. ഗൃഹാണ സുരവന്ദിതേ. ഓം ശ്രീ മഹാലക്ഷ്മീ നമഃ.
ദിവ്യഗന്ധാൻ ധാരയാമി. മഞ്ഞൾ നിർമ്മിക്കാം. അതിന്റെ മുകളിൽ സിന്ദൂരം. ഗന്ധസ്യോപരി ഹരിദ്രാകുങ്കുമം സമർപ്പയാമി. ഇനി ദേവിനെ സുന്ദരിയാക്കണം. നമ്മുടെ മുമ്പിൽ ദേവിനെ എഴുതി വസ്ത്രം കുടിച്ച് ആഭരണം കഴിച്ചു. പിന്നെ ദേവിനെ കണ്ണൊക്കെ എഴുതിച്ച് പൊട്ടൊക്കെ തൊട്ട് നമ്മുടെ കണ്ടതിൽ വെച്ച ഏറ്റവും സുന്ദരി ആ സുന്ദരിയുടെ ഭാവനയിൽ ആ ദേവിനെ അലങ്കരിക്കണം. അക്ഷതാണ് സമർപ്പിക്കേണ്ടത്. അക്ഷരം കയ്യിലെടുക്കണം. ആ ചുവന്ന നമ്മുടെ അരിയിട്ടുണ്ടാവും. അതാണ് അക്ഷരം. ഒരു കവറിലാണ് സിലോയിൽ അക്ഷരം ഇരിക്കുന്നത്. അത് കുറച്ചെടുത്താൽ മതി. മുഴുവൻ വേണമെന്നില്ല. ഞാൻ എടുക്കാം. മന്ത്രജപങ്ങളോ രഞ്ജിത കുങ്കുമോഖേന ഹരിദ്രാക്ത തഥാക്ഷത തമാലങ്കാരനാഥായ ഭക്ത്യാ ദത്താ സുശോഭന. ഓം ശ്രീ മഹാലക്ഷ്മീ നമഃ. അക്ഷതാൻ സമർപ്പയാമി. ദേവിയെ സുന്ദരിയാക്കുക. മനസ്സ് ഭാവനയിലാണ്. പിന്നെ ദേവിക്ക് പുഷ്പാക്ഷതകൾ സമർപ്പിക്കാം. ദേവിക്ക് പൂവ് സമർപ്പിക്കാം. ജാതി ചമ്പകപുന്നാഗ കേതകീവകുളാനി ച മയാർപ്പിതാനി സുഭഗേ ഗൃഹാണ ജഗദംബികേ. ഓം ശ്രീ മഹാലക്ഷ്മീ നമഃ. പുഷ്പാണി സമർപ്പയാമി. ഇനി ദേവിന്റെ സുന്ദരിയായിട്ട് മുമ്പിലേക്ക് ദേവിനെ ആ സൗന്ദര്യത്തെ പൂജിക്കാൻ പോവാണ്. ഓരോ പൂവായിട്ട് അർച്ചിക്കുമ്പോൾ ഞാൻ പറയുന്ന ഭാഗങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് പൂജിക്കണം. ദേവിന്റെ അംഗങ്ങളെ പൂജിക്കാൻ പോവാം. ഓരോന്നായിട്ട് അർച്ചിച്ചോ. ഓം പൂജ്യപാതായേ നമഃ. പാദോ പൂജയാമി. ഓം വിചിത്രനൂപുരായേ നമഃ. ജംഘം പൂജയാമി. ഓം കുഞ്ചിതകരണായേ നമഃ. ജാനൂനി പൂജയാമി. ഓം ലംബോർഗേ നമഃ. ഊരു പൂജയാമി. ഓം രത്നഭയങ്കരായ നമഃ. കടിം പൂജയാമി. ഓം ഭുവനേശ്വര്യേ നമഃ. ഉദരം പൂജയാമി. ഓം ജഗന്മാത്രേ നമഃ. സ്തനോ പൂജയാമി. ഓം ദുഷ്ടനിഷോധിന്യേ നമഃ. ബാഹൂൻ പൂജയാമി. ഓം വിശാലവക്ഷസേ നമഃ. വക്ഷസ്ഥലം പൂജയാമി. ഓം ഭക്തവത്സലായ നമഃ. ഹൃദയം പൂജയാമി. ഓം കമ്പുകണ്ഠേ നമഃ. കണ്ഠം പൂജയാമി. ഓം നാസാഭരണഭാസുരായ നമഃ. നാസികാം പൂജയാമി. ഓം കാമാക്ഷി
പൂജിതായ നമഃ. കർണോ പൂജയാമി. ഓം ചന്ദ്രകലാധരായ നമഃ. ലലാടം പൂജയാമി. ഓം വേദരൂപായ നമഃ. മുഖം പൂജയാമി. ഓം ബിംബോഷ്ഠേ നമഃ. ഓഷ്ടൗ പൂജയാമി. ഓം സുകേശേ നമഃ. കേശാൻ പൂജയാമി. ഓം കിരീടധാരിണ്യേ നമഃ. ശിരം പൂജയാമി. ഓം അഖിലാണ്ടനായികായ നമഃ. സർവാംഗം പൂജയാമി. ദേവിയുടെ അംഗങ്ങളെ കുറിച്ചു. ദേവിയുടെ അക്ഷര സ്വരൂപമാണ് ദേവിയുടെ മന്ത്രം. അപ്പൊ മന്ത്രം ചൊല്ലി 16 പ്രാവശ്യം പുഷ്പർച്ചിക്കണം. ഇതിൽ ആദ്യമായിട്ട് ഇന്ന് വന്ന ആൾക്കാരുണ്ട്, അവർക്ക് മന്ത്രം കിട്ടിയിട്ടില്ല. എല്ലാവർക്കുമായിട്ട് 3 പ്രാവശ്യം മന്ത്രം ചൊല്ലിത്തരാം. കണ്ണടച്ച് നട്ടൽ നിർത്തിയിരിക്കാം. എല്ലാവരും മന്ത്രം ഉപദേശമായിട്ട് സ്വീകരിക്കാം. ഒരു പ്രാവശ്യം ഞാൻ ചൊല്ലുന്നത് വെറുതെ കേൾക്കുക. ഒരു പ്രാവശ്യം ചൊല്ലുന്നത് ചൊല്ലിത്തന്നത് എഴുതി ചൊല്ലാം. 3-ാമത്തെ പ്രാവശ്യം എനിക്കൊപ്പം ചൊല്ലുക. ഓം കമലേ കമലാലയേ പ്രസീത പ്രസീത ശ്രീ മഹാലക്ഷ്മീ നമഃ. ഓം കമലേ കമലാലയേ പ്രസീത പ്രസീത ശ്രീ മഹാലക്ഷ്മീ നമഃ. ഓം കമലേ കമലാലയേ പ്രസീത പ്രസീത ശ്രീ മഹാലക്ഷ്മീ നമഃ. 13 പ്രാവശ്യം പൂവ് വച്ചിട്ട് ഓം കമലേ കമലാലയേ പ്രസീത പ്രസീത ശ്രീ മഹാലക്ഷ്മീ നമഃ. 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 പ്രസീത പ്രസീത ശ്രീ മഹാ. ഓം കമലേ കമലാലയേ പ്രസീത പ്രസീത ശ്രീ മഹാലക്ഷ്മീ നമഃ. ഓം കമലേ കമലാലയേ പ്രസീത പ്രസീത ശ്രീ മഹാലക്ഷ്മീ നമഃ. ശരി, ദേവിക്ക് ധൂപം കാണിക്കണം.
നിങ്ങൾ ഒന്നുകിൽ ചന്ദനത്തിരി ഉണ്ടെങ്കിൽ കത്തിച്ച് കാണിക്കാം, തീപിടുത്തം ഉണ്ടാവരുത്. ഇല്ലെങ്കിൽ പൂവ് തന്നെ സമർപ്പിക്കാം. പൂവ് സമർപ്പിക്കാം. ചിലപ്പോൾ ചന്ദനാഗരുകർപ്പൂര കസ്തൂരി സാരമുഗ്ഗുല സംയുതം ധൂപം ഗൃഹാണ ലളിതേ കാമരൂപേ നമസ്തുതേ. ഓം ശ്രീ മഹാലക്ഷ്മീ നമഃ. ധൂപം ആഗ്രാപയാമി. പൂവെടുത്ത് മന്ത്രം ചൊല്ലി വിളക്കിനെ തന്നെ കാണിച്ച് ദേവി സമർപ്പിച്ചാൽ മതി. ത്വം ജ്യോതി സർവദേവാനാം തേജസാം തേജ ഉത്തമം ജ്യോതിർമണ്ഡലകേ ദേവി ദീപം സ്വീകുരു നിർമ്മലേ. ഓം ശ്രീ. രണ്ട് കൈയും പൂവെടുത്ത് നിവേദിത്ത് ഒഴിഞ്ഞ് മന്ത്രം ചൊല്ലി ദേവിക്ക് സമർപ്പിക്കണം. നിവേദിത്ത് ഒഴിഞ്ഞ് മന്ത്രം ചൊല്ലിക്കണോ. ബഹുഭക്ഷ്യ സമായുക്തം നാനാഫലസമന്വിതം നൈവേദ്യം ഗൃഹ്യതാം ദേവി നാരായണ കുടുംബിനി. ഓം ശ്രീ മഹാലക്ഷ്മീ നമഃ. ഗുഡാന്നം നാളികേരഖണ്ഡദ്വയം കദളീഫലം മഹാനൈവേദ്യം നിവേദയാമി. ഇനി കുറച്ച് പൂ കൈയെടുക്കുക. എന്നിട്ട് 5 ആചമനീയം സമർപ്പയാമി. നമുക്ക് വ്യക്തിഗതമായിട്ടാണ് സമർപ്പിക്കേണ്ടത്. ഉണ്ടെങ്കിൽ സമർപ്പിക്കാം, ഇല്ലെങ്കിൽ പൂവെന്നെ സമർപ്പിക്കാം. പൂവെടുത്ത് നമ്മളതിലേക്കോ കർപ്പൂരഖണ്ഡ സംയുക്തം കസ്തൂരി മുഖസംയുതം മുക്താചൂർണസമായുക്തം താംബൂലം പ്രതിഗൃഹ്യതാം. ഓം ശ്രീ മഹാലക്ഷ്മീ നമഃ. താംബൂലം സമർപ്പയാമി. മഹാലക്ഷ്മിയുടെ വലത്തെ കയ്യിൽ താമ്പൂലം കൊടുക്കുന്നതായിട്ട് ഭാവിയ ദേവി സഖിമാരോടൊത്ത് മുറുക്കി സല്ലപിച്ചിരിക്കുന്നതായിട്ട് മനസ്സിൽ കാണാം. ഇനി നമുക്ക് ദേവിയുടെ ആനന്ദമായിരിക്കുന്ന സന്തോഷമായിരിക്കുന്ന അവസ്ഥയെ സൂചിക്കുകയാണ്. ദേവി നിങ്ങളുടെ ഉപചാരം സ്വീകരിച്ച് വളരെ ആനന്ദത്തിലിരിക്കാം. ആ ആനന്ദ അവസ്ഥയെ സൂചിക്കാം. പൂവ് അർച്ചിക്കാം. ഓം ശ്രീ മഹാലക്ഷ്മീ നമഃ. ഛത്രം സമർപ്പയാമി. ഓം ശ്രീ മഹാലക്ഷ്മീ നമഃ. ചാമരം സമർപ്പയാമി. ഓം ശ്രീ മഹാലക്ഷ്മീ നമഃ. ഗീതം സമർപ്പയാമി. ഓം ശ്രീ മഹാലക്ഷ്മീ നമഃ. ഗാനം സമർപ്പയാമി. ഓം ശ്രീ മഹാലക്ഷ്മീ നമഃ. നൃത്തം സമർപ്പയാമി. ഓം ശ്രീ മഹാലക്ഷ്മീ നമഃ. വാദ്യം സമർപ്പയാമി. ഓം ശ്രീ മഹാലക്ഷ്മീ നമഃ. ആന്തോളികം സമർപ്പയാമി. ഓം ശ്രീ മഹാലക്ഷ്മീ നമഃ.
अश्वं समर्पयामि। ओम श्री महालक्ष्मी नमः। गजं समर्पयामि। ओम श्री महालक्ष्मी नमः। रथं समर्पयामि। ओम श्री महालक्ष्मी नमः। समस्तराज्योपचार देवोपचार मंत्रोपचार സമർപ്പയാമി. ഇനി പുഷ്പാഞ്ജലിയാണ്. നമുക്ക് പൂ കയ്യിലെടുത്തിട്ട് ചെല്ലാം. ഓം സ്വന്തം നക്ഷത്രം മനസ്സിൽ പറയാം. നക്ഷത്രജാതസ്യ സ്വന്തം പേര് മനസ്സിൽ പറയാം. നാമധേയസ്യ അസ്യ രത്നസ്യ കുടുംബസ്യ അനുകൂലം പ്രയശ്ച പ്രയശ്ച പ്രതികൂലം നാശയനാശയ സർവകാര്യാണി സാധയ സാധയ സർവശത്രുൻ നാശയനാശയ സർവരോഗാൻ നികുന്ദയ നികുന്ദയ സർവത്ര വിജയം പ്രയശ്ച പ്രയശ്ച. ഓം ശ്രീ മഹാലക്ഷ്മി നമഃ. ഇവിടെ വീട്ടിൽ പൂജ ചെയ്യുമ്പോൾ നമുക്ക് വീട്ടിലെ എല്ലാവരുടെ പേരിലും പുഷ്പാഞ്ജലി ചെയ്യണം. അപ്പൊ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് കുടുംബത്തിൽ എല്ലാവർക്കും ശ്രേയസ് ഉണ്ടാവട്ടെ സങ്കല്പിച്ചുകൊണ്ട് പൂജ സമർപ്പിക്കാം. ഇനി മഹാലക്ഷ്മി അഷ്ടകം നമുക്ക് എല്ലാവർക്കും ചെല്ലാം. ചൊല്ലി ഇവിടെ വാക്യസൂക്തം, ശ്രീസൂക്തം, ലളിതാ സഹസ്രനാമം എന്തൊക്കെ നമുക്ക് അറിയോ അതൊക്കെ പുഷ്പാഞ്ജലി ചെയ്യാം. വീട്ടിൽ നിന്ന് ചെയ്യും. ഇവിടെ നമുക്ക് മഹാലക്ഷ്മി അഷ്ടകം മാത്രം ചൊല്ലാമോ സമയം കൊണ്ടുപോകും. നമസ്തേസ്തു മഹാമായേ ശ്രീദേവേ സുരപൂജിതേ ശംഖചക്രഗദാഹസ്തേ മഹാലക്ഷ്മീ നമോസ്തുതേ. നമസ്തേ ഗരുഡാരൂഢേ ഓലാസുരഭയങ്കരേ സർവപാപഹരേ ദേവി മഹാലക്ഷ്മീ നമോസ്തുതേ. സർവജ്ഞേ സർവവരദേ ആഭ്യന്തരേ ദേവേ ആദിശക്തി മഹേശ്വരി യോഗ സംഭൂതേ മഹാലക്ഷ്മീ നമോസ്തുതേ. സ്ഥൂല സൂക്ഷ്മ മഹാരൗദ്രേ മഹാശക്തി മഹോദരേ മഹാപാപഹരേ ദേവി മഹാലക്ഷ്മീ നമോസ്തുതേ. പദ്മാസനസ്ഥിതേ ദേവി പരബ്രഹ്മ ശ്വേതാംബരധരേ ദേവി നാനാലങ്കാരഭൂഷിതേ ജഗത്സ്ഥിതേ ലക്ഷ്മ്യഷ്ടകം സ്തോത്രം യം പഠേത് ഭക്തിമാനയാ സർവസിദ്ധിമാപ്നോതി രാജ്യം പ്രാപ്നോതി സർവദാ. ഏകകാലേ പഠേ നിത്യം മഹാപാപവിനാശനം ദ്വികാലേ പഠേ നിത്യം ധനധാന്യസമന്വിത ത്രികാലം പഠേ നിത്യം മഹാലക്ഷ്മീ പ്രസന്നാ വരദാ ശുഭാ. സമയമുണ്ടെങ്കിൽ ഇവിടെ എല്ലാം അനുഭവത്തില്ല. നമുക്കിവിടെ ഇനി ക്ഷമാപ്രാർത്ഥനയിലേക്ക് പോകാം. പൂ കൈകഴുകാം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ പ്രകൃതേ സ്വഭാവാ കരോമേദ്യ സകലം പരസ്മൈ
महालक्ष्मी समर्पयामि कुलदेवतायै समर्पयामि നമുക്കെല്ലാവർക്കും കുലദേവതയുണ്ട്, നമുക്കറിയാവുന്നതാണ്. ആ ദേവതയെ മനസ്സിൽ സ്മരിക്കാം, കുലദേവതയോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കുലത്തിന് ശ്രേയസ് ഉണ്ടാവട്ടെ, ഞങ്ങളുടെ കുലത്തെ രക്ഷിച്ചാലും ധാരാളം നല്ല കുട്ടികളും സമ്പത്തും ഐശ്വര്യവും കുടുംബത്തിലുണ്ടാവട്ടെ എന്ന് കുലദേവതയോട് മനസ്സിൽ പ്രാർത്ഥിക്കാം. ഗ്രാമദേവതായൈ സമർപ്പയാമി ഗ്രാമദേവതയെ മനസ്സിൽ സ്മരിക്കാം. വീണ്ടും പോകാം. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം ദേവി തസ്മാത് കാരുണ്യഭാവേന ക്ഷമസ്വ പരമേശ്വരി. കരചരണകൃതം വാ കാര്യജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാപരാധം വിഹിതമവിഹിതം വാ സർവമേവ ക്ഷമസ്വ. ജയ ജയ കരുണാബ്ധേ ശ്രീ മഹാലക്ഷ്മി ത്രാഹി. ആവാഹനം ന ജാനാമി ന ജാനാമി വിസർജനം പൂജാകർമ്മം ന ജാനാമി ക്ഷമസ്വ പരമേശ്വരി. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി. യത്പൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. നിങ്ങൾ പുരാതി ഇവിടെ എടുക്കും, നിങ്ങൾ അവിടുന്ന് തൊഴിലാണ്. നീരാഞ്ജനം നീരജാക്ഷേ നാരായണവിലാസിനേ ഗൃഹ്യതാം അർപ്പിതം ഭക്ത്യാ ഗരുഡധ്വജഭാമിനീ. ഓം ശ്രീ മഹാലക്ഷ്മി നമഃ. കർപ്പൂര നീരാജനം സമർപ്പയാമി. ശരി, ഇനി ഒരു സെക്കൻഡ് സമയം കണ്ണടച്ച് വയ്ക്കാം. മഹാലക്ഷ്മി അതീവ സന്തോഷത്തില് ആനന്ദത്തില് നിങ്ങൾ എന്ത് ചോദിച്ചാലും തരാൻ തയ്യാറായി നിങ്ങളെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. ആ ലക്ഷ്മിയെ ഭാവനയോ ആ ലക്ഷ്മിയോട് നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് ചോദിക്കാം. ഈ സമയത്ത് എന്താണോ നിങ്ങൾക്ക് ആവശ്യമൊക്കെ ദേവിയോട് ചോദിക്കാം. ദേവി അത് നമുക്ക് തരും. നിങ്ങൾക്ക് എന്താണോ ദേവിയോട് പറയാനുള്ളത്, നിങ്ങളുടെ സങ്കടമായിരിക്കും, നിങ്ങളുടെ സന്തോഷമുള്ള കാര്യങ്ങളായിരിക്കാം, നിങ്ങളുടെ വിഷമങ്ങളായിരിക്കാം. നമ്മളെ വിഷമങ്ങൾ കേൾക്കാനുള്ള ദേവി മാത്രമേ ഉള്ളൂ. എന്താണോ പറയേണ്ടത് അത് മുഴുവൻ നിങ്ങൾക്ക് വേണ്ടത്ര സമയം എടുക്കാം. ദേവി നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. ദേവിയുടെ പൂർണ്ണ സാന്നിധ്യം പറയുന്നത് എന്ത് പറഞ്ഞാൽ ദേവി കേൾക്കും. നിങ്ങൾക്ക് പറയാനുള്ളത് മുഴുവൻ പറയാനുള്ള സമയമാണ്.
നിങ്ങൾ പൂജിച്ച സ്ഥലത്തുള്ള പൂവ് എഴുന്നേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. എഴുന്നേറ്റ് ചെയ്യണ്ട, സ്വസ്ഥമായിട്ട് ഇരുന്നാൽ കാല് ധരിച്ച് പോയ ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇന്ന് നമുക്ക് ഭാവന ചെയ്യാം, വീട്ടിൽ ചെയ്യുമ്പോൾ റിയലായിട്ട് ചെയ്യാം. ഓക്കെ, ശരി. അപ്പൊ നമ്മൾ ഓരോ ദിശയിലേക്ക് നോക്കി നന്ദി പറയലാണ്. ഇന്ന് നമുക്ക് ഇരുന്നിട്ട് ഭാവനയിൽ തിരിഞ്ഞാൽ മതി. വീട്ടിൽ ചെയ്യുമ്പോൾ നന്നായിട്ട് ചെയ്യാം. കണ്ണടച്ച് കൈ കൂപ്പി ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം, നട്ടല് തുറന്ന് വയ്ക്കാം. ഭാവനയിൽ കിഴക്ക് ഭാഗത്തേക്ക് തിരിയിരിക്കാം. ഭാവനയിൽ മതി അലങ്കരിക്കാൻ. കിഴക്ക് ഭാഗത്ത് സൂര്യാദി നവഗ്രഹങ്ങളുണ്ട്. സൂര്യനിൽ നിന്ന് ഊർജം സ്വീകരിച്ചാണ് ഈ പ്രകൃതിയിലെ സസ്യങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്നത്. ആ ഭക്ഷണം കഴിച്ചാണ്, ധാന്യങ്ങൾ കഴിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾക്ക് ഇന്ന് വരെ ലഭിച്ച ഭക്ഷണത്തിന് അങ്ങേയറ്റം നന്ദി പറയാം. സൂര്യൻ നമുക്ക് മാതൃകയാണ്. സൂര്യനെ ആരൊക്കെ കുറ്റം പറഞ്ഞാലും സൂര്യൻ അവർക്കും പ്രകാശം കൊടുക്കുന്നുണ്ട്. കൃത്യസമയത്ത് വരികയും പോവുകയും ചെയ്യുന്നുണ്ട്. ലോകത്തിന് മുഴുവൻ പ്രകാശം നൽകുന്ന സൂര്യന്റെ ആ തേജസ്സിനോട് അങ്ങേയറ്റം എത്രത്തോളം നന്ദി ഹൃദയത്തിൽ കൊണ്ടുവരാൻ പറ്റും, അത്രത്തോളം നന്ദി ഹൃദയത്തിൽ കൊണ്ടുവരും. ഓം സൂര്യായ നമഃ. മനസ്സുകൊണ്ട് 45 ഡിഗ്രി വലത്ത് ഭാഗത്തേക്ക് തിരിയാം. അവിടെ അഗ്നി കോണാണ്. അഗ്നിയാണ് ദേവത. അഗ്നി പുരോഹിതനാണ്. നമ്മളെ കഴിക്കുന്ന ഭക്ഷണത്തെ ഊർജ്ജമാക്കി മാറ്റുന്ന അഗ്നിയാണ്. ആ അഗ്നി ദേവനോട് അങ്ങേയറ്റം നന്ദി പറയാം. പ്രകൃതിയിലെ 2 കാലം നടക്കുന്ന ജീവികൾ, 4 കാലം നടക്കുന്ന ജീവികൾ, 6 കാലം നടക്കുന്ന ജീവികൾ, 8 കാലം നടക്കുന്ന ജീവികൾ, ഈ ജീവികളൊക്കെ അവരുടെ കർമ്മം കൃത്യമായി ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളെ ഏറ്റവും സന്തോഷത്തിന്റെ ഭൂമിയിൽ ജീവിക്കുന്നത്. ആ എല്ലാ ജീവജാലങ്ങളോടും അങ്ങേയറ്റം നന്ദി മനസ്സിൽ കൊണ്ടുവരും. ഹൃദയം കൊണ്ട് ഫലത്തെ പ്രാർത്ഥിക്കുക. നിങ്ങൾ തിരിച്ചെടുക്കുന്നത് ഇപ്പോൾ തെക്ക് വശത്തേക്കാണ്. തെക്ക് പിതൃക്കളുടെ ദിശയാണ്. നമുക്ക് ജന്മം തന്ന് വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ അങ്ങേയറ്റം നന്ദിയോടുകൂടി സ്നേഹിക്കും. അവർ നമുക്ക് തന്ന സ്നേഹത്തിന്, കരുതലിന്, സംസ്കാരത്തിന് നന്ദി പറയുന്നു. അവരോട് പറയുമോ, അച്ഛാ അമ്മേ, എൻ്റെ വാക്കുകൊണ്ടോ പ്രവർത്തിക്കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ നിങ്ങൾക്ക് പ്രയാസമാകുന്ന രീതിയിൽ ഞാൻ എപ്പോഴെങ്കിലും പെരുമാറിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്ന മനസ്സോടെ അവരോട് പറയാം. പൂർണ്ണമായും അച്ഛനമ്മയെ നമ്മൾ അനുഗ്രഹിക്കുന്നത് അനുഭവിക്കുക. മനസ്സുകൊണ്ട് ഭാവനയിൽ തിരിയാം. നിങ്ങളതിന് നിൽക്കുന്നത് നിർത്തികൊണ്ടേക്കാണ്. ഭൂമിയാണ് ദേവത. ഭൂമി നമുക്ക് അമ്മയാണ്. ആ അമ്മയുടെ പടിയിലാണ് നമ്മൾ കളിച്ച് നടക്കുന്നത്. ആ അമ്മയുടെ പടിയിലാണ് നമ്മൾ ജനിച്ചത്. ആ അമ്മയുടെ പടിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ക്ഷീണം വരുമ്പോൾ കടന്നു ഉറങ്ങുന്നത് അമ്മയുടെ പടിയിലാണ്. തേജസ്സോടുകൂടി നമ്മൾ എഴുന്നേൽക്കുന്നത് അമ്മയാണ്. ആ അമ്മയായിട്ട് ഭൂമി ദേവിയോട് അങ്ങേയറ്റം നന്ദി പറയുന്നു. ഭൂമിയിലേക്ക് നദിക്ക് അനേകായിരം മടങ്ങായി നമുക്ക് തരുന്നത് ഭൂമിയാണ്. ആ ഭൂമിയുടെ സമൃദ്ധി നമ്മൾക്ക് ഉണ്ടാവട്ടെ. അമ്മയോട് ഹൃദയത്തിൽ നന്ദി കൊണ്ടുവരും. മനസ്സുകൊണ്ട് 45 ഡിഗ്രി വലത്തോട് ചെയ്യാം.
നിങ്ങളിപ്പോൾ തിരിഞ്ഞിരിക്കുന്നത് പടിഞ്ഞാറ് വശത്തേക്കാണ്. പടിഞ്ഞാറ് വരുന്നതിന്റെ ദിശയാണ്. നിർലോഭമായി നമുക്ക് ലഭിക്കുന്ന ശുദ്ധജലത്തിന് നന്ദി പറയും. കേരളത്തിലെ 44 നദികളും ശുദ്ധമായി ഒഴുകുന്നത് മനസ്സിൽ ഭാവനയും ലോകത്തുള്ള എല്ലാ ജലാശയങ്ങളും നമ്മൾക്ക് എവിടുന്ന് വേണമെങ്കിലും വെള്ളം പോയി കുടിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ശുദ്ധമാവട്ടെ. ആ വരുമാനോട് അങ്ങേയറ്റം നന്ദി പറയുക. അതേ സമയത്ത് നമ്മുടെ സ്വത്തിനും ജീവനും സംരക്ഷണം തരുന്ന ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥ, ഇവിടുത്തെ ഭരണാധികാരികൾ, MLA-മാര്, MP-മാര്, അങ്ങനെ ആരൊക്കെയാണോ നമുക്ക് വേണ്ടി നമുക്ക് സുഖമായി ജീവിക്കാൻ വേണ്ടി പ്രയത്നിക്കുന്നത് ആ സംവിധാനങ്ങളൊക്കെ അങ്ങേയറ്റം നന്ദി പറയും. ഈ ഭാരതത്തെ സംരക്ഷിക്കുന്ന ശക്തമായ ഭരണകൂടത്തോട് അവർക്ക് ആർജവത്തോടുകൂടി ഭരണം മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. നിർഭയമായി ധർമ്മം നടപ്പിലാക്കാൻ സാധിക്കട്ടെ. ഭരണാധികാരികളൊക്കെ ധർമ്മബോധം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. മനസ്സുകൊണ്ട് 45 ഡിഗ്രി വലത്തോട്ട് ചെയ്യാം. നിങ്ങൾ തിരുത്തിരഞ്ഞെടുത്ത് വായു കൊണ്ടേക്കാണ്. അവിടെ വായുവാണ് ജനത. ഈ വായുവില് ഉള്ള ജീവികൾ, തേനീച്ച മുതൽ ഗരുഡൻ വരെയുള്ള പക്ഷിപ്രാണികൾ, അവർ പലായനം ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾക്ക് ധാന്യങ്ങൾ ലഭിക്കുന്നത്. ആ ഓരോ ജീവികളും അങ്ങേയറ്റം നന്ദി പറയും. നമുക്ക് ലോകമായി ലഭിക്കുന്ന ശുദ്ധവായുവിന് നന്ദി പറയാം. മനസ്സുകൊണ്ട് 45 ഡിഗ്രി വലത്തോട്ട് തിരിയുക. നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ഉത്തര ദിക്കിലേക്കാണ്. ഉത്തര ദിക്ക്, വടക്ക് അറിവിന്റെ ദിക്കാണ്. ഭാരതം ആർഷഭാരതമാണ്. ലോകത്തിന് മുഴുവൻ അറിവ് നൽകിയ നാടാണ് ഭാരതം. ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് നിന്ന് അറിവ് അന്വേഷിച്ചൊരു കപ്പൽ പുറപ്പെടുന്നുണ്ടെങ്കിൽ അത് ഭാരതത്തെ ലക്ഷ്യം വെച്ചായിരുന്നു. ആ വിശ്വ ഗുരു ആയിരുന്ന ഭാരതത്തിന്റെ ആ പ്രൗഢിക അഭിമാനമുള്ളവരാവും. ഭാരതത്തിൽ ജനിച്ചതിന് അങ്ങേയറ്റ അഭിമാനം ഉണ്ടാവട്ടെ. സനാതന സംസ്കാരത്തിൽ ജനിച്ചതിന് അതിലേറെ അഭിമാനം ഉണ്ടാവട്ടെ. ഒരു ഹിന്ദുവായി ജനിച്ചത് അങ്ങേയറ്റം അഭിമാനമുള്ളവരാവട്ടെ. വിശ്വാസമുള്ള ഹിന്ദുവായി പൂജ ചെയ്യുന്ന ഒരാളായി മാറിയത് അങ്ങേയറ്റം അഭിമാനം ഓരോ കോശങ്ങളിൽ അറിയട്ടെ. ആ മുഴുവൻ ഋഷി പരമ്പരയോടും ഗുരു പരമ്പരയോടും അങ്ങേയറ്റം നന്ദി പറയും. ഓം സോമായ നമഃ. അവിടെ തന്നെ കുബേരന്റെ നിർലോഭമായ സമ്പത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. ഇന്ന് വരെ നമ്മുടെ കൂടെ കടന്നുപോയ ഓരോ നാണയത്തിനും കുബേരനോട് നന്ദി പറയൂ. ഇനിയും ജീവിതത്തില് നിലയ്ക്കാത്ത സമ്പത്തിന്റെ പ്രവാഹം നിരന്തരം നമ്മളിലേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ. ഓം കുബേരായ നമഃ. 45 ഡിഗ്രി വലത്തോട്ട് മനസ്സുകൊണ്ട് ചെയ്യാം. ഈശാന ദിക്കിലേക്കാണ് അവിടെ തിരിഞ്ഞു നിൽക്കുന്നത്. നമ്മുടെ പരിധിയിലല്ലാത്ത ഒരുപാട് ശക്തികൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. സിദ്ധന്മാര്, ഗന്ധർവന്മാര്, കിന്നരന്മാര്, സിദ്ധന്മാര്, അവരൊക്കെ എല്ലാ ഈശ്വരീയമായ ചൈതന്യങ്ങളും നിരന്തരം നമ്മളിലേക്ക് പ്രവഹിച്ചു കൊടുക്കട്ടെ. ആ ഈശ്വരത്തെ നമസ്കരിക്കൂ. ഓം ഈശാനായ നമഃ. വീണ്ടും നമ്മൾ 45 ഡിഗ്രി വലത്തോട്ട് തിരിയുമ്പോൾ കിഴക്കോട്ടേക്കെത്തി. കിഴക്ക് ഭാഗത്ത് നമ്മളുടെ കുലദേവതയെ മനസ്സിലാക്കൂ. കുലദേവതയോട് പ്രാർത്ഥിക്കൂ. ഞങ്ങളുടെ കുലത്തിൽ ശ്രേയസിക്കാവട്ടെ. ഞങ്ങളുടെ ധാരാളം സമ്പത്തും ആത്മവിശ്വാസം
സമസ്ത ലോകത്തിനും ശാന്തിയും സമാധാനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു. ലോക സമസ്ത സുഖിനോ ഭവന്തു. ലോക സമസ്ത സുഖിനോ ഭവന്തു. ശരി, പൂജ അവസാനിച്ചു. അപ്പോൾ പൂജയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ദേവിയെ കണ്ട് തൊഴുതിറങ്ങി പ്രസാദം വാങ്ങിച്ചു. അവിടെ അന്നദാനം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് കഴിച്ച് ഞങ്ങൾ ഇറങ്ങിയപ്പോഴേക്കും ഏകദേശം ഒരു 7:45 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു അനുഭവമായിരുന്നു. മനസ്സിന് നല്ല സന്തോഷം ആയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.